തന്നെ കയറി പോയനെന്നറിയോ? യവന്മാരുടെ വീട്ടിലെല്ലാം കയറി നിരങ്ങത്തില്ലായിരുന്നു അവൻ. എന്ത് നല്ല ആചാരങ്ങൾ. അത് തന്നെ ഇപ്പൊ നസ്രീം പറഞ്ഞത്. ഈ സഹള ബിൻ സുഹൈലിന്റെ കാര്യത്തിൽ പോലും അങ്ങനൊരു ഹദീസ് ഉണ്ട്. സഹള ബിൻ സുഹൈലിന് 12 വർഷം മുമ്പാണ് ഒരു കുട്ടി ജനിച്ചത്. ആ സഹള ബിൻ സുഹൈലിന്റെ ഭർത്താവിന്റെ പേര് പറയുന്ന അബു ഹുദൈഫ എന്ന് വെച്ചാൽ ഹുദൈഫയുടെ അപ്പൻ. അന്നേരം ആ കുട്ടിയുടെ പേര് ഹുദൈഫ എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഹുദൈഫ ജനിച്ചിട്ട് 12 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. സലീം ജനിച്ചിട്ട് അലൻ ബ്രദറെ, സലീമിന്റെ വളർത്തപ്പനായിരുന്നു അബൂ ഹുദൈഫയും വളർത്തമ്മയായിരുന്നു സഹളയും. ഈ സയ്യിദിനെ മുഹമ്മദ് ദത്തെടുത്ത ആ സമയത്ത് തന്നെയാണ് അബൂ ഹുദൈഫ സലീമിനെ ദത്തെടുക്കുന്നത്. അബൂ ഹുദൈഫയുടെ മനസ്സിലാണ് സലീമിനെതിരെ ഈ വിഷമം ബുദ്ധിമുട്ട് തോന്നിയത്. ഈ ആയത്ത് വന്നതേ പിന്നെ നിങ്ങളുടെ വളർത്തുപുത്രന്മാരാരും നിങ്ങളുടെ വളർത്തുപുത്രന്മാരല്ല. മുഹമ്മദ് ഈ വളർത്തുപുത്രന്റെ ഭാര്യയെ തുണിയില്ലാതെ കണ്ടിട്ട് പിന്നത്തേത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുള്ള ആയത്താണ് ഇത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ വരുന്നത്. അബൂ ഹുദൈഫയുടെ മനസ്സിൽ സലീമുമായിട്ട് ഒരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടായി. അപ്പോഴാണ് സഹള ഈ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നേരെ മുഹമ്മദിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. മുഹമ്മദ് പറയുന്നു, നീ അവനെ സക്കിൾ ചെയ്യിപ്പിക്കുക, സലീമിനെ സക്കിൾ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കുക, മുലബന്ധം സ്ഥാപിക്കുക. അപ്പൊ മറ്റേ സുഹ്ല ബിൻ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഒരു ഗ്രോണപ്പ് ആയിട്ടുള്ള മാനെ സക്കിൾ ചെയ്യിപ്പിക്കണേന്ന്. അപ്പം മുഹമ്മദ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, അതെനിക്ക് അറിയാമെന്നാ പറഞ്ഞ പുള്ളി. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഇവന്മാരത് ഈ കാര്യം സമ്മതിക്കാത്തത്. അല്ല, ഞാൻ പറയാൻ വന്ന കാര്യം, ഈ അബൂ ഹുദൈഫ എന്നുള്ള പറയുന്ന ഈ വളർത്തച്ഛൻ അവരുടെ യഥാർത്ഥ കുട്ടിയുടെ പേര് ഹുദൈഫ എന്നായിരുന്നു. അന്നേരം അതുകൊണ്ടല്ലേ അബൂ ഹുദൈഫ എന്ന് പുള്ളിക്ക് പേര് വന്നേ. അന്നേരം ഈ വളർത്തുപുത്രന്റെ പേര് സലീം തന്നെയാണ്. ഈ വളർത്തുപുത്രന്റെ കേസിലാണ് ഇങ്ങനൊരു സംഭവം വരുന്നത്. അന്നേരം ഈ ഹുദൈഫ എന്ന് പറഞ്ഞ കുട്ടി ജനിച്ചിട്ട് 12 വർഷത്തിന് ശേഷമാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അന്നേരം ഈ 12 വർഷം ഒന്നും ലാക്ടേഷൻ ഒന്നും നിൽക്കത്തില്ല. 2-3 വർഷം മാക്സിമം അത്രേ ഉള്ളൂ. അതിനുശേഷം ഈ ലാക്ടേഷൻ നിന്നു പോകും. അന്നേരം അവിടെയും പാലില്ല. ആയിഷയുടെ കേസിലും പാലില്ല. ആയിഷയ്ക്ക് ഒരിക്കലും കുട്ടി ജനിച്ചിട്ടില്ല, അതുകൊണ്ട് പാലില്ല. സഹള ബിൻ സുഹൈലിന്റെ കേസ് അത് 12 വർഷം മുമ്പായിരുന്നു സഹള ബിൻ സുഹൈലിന് ഒരു കുട്ടി ഉണ്ടായത്. അന്നേരം അവിടെയും പാലില്ല. അവിടെ സക്കിൾ തന്നെയാണ് മുഹമ്മദ് പറയുന്നത്. അവനെ കൊണ്ട് മുല കുടിപ്പിക്കാനെന്നാണ് പറയുന്നത്. അല്ലാതെ പാലെന്നുള്ള വേർഡേ അവിടെ ഹദീസിനകത്ത് എങ്ങും ഇല്ല. പാലെന്നുള്ള വേർഡ് സക്കിൾ എന്നാണ് എല്ലായിടത്തും കൊടുത്തേക്കുന്നത്. ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞേ. ഈ മുഹമ്മദ് കൊണ്ടുവന്ന ആചാരമാണ് ഈ മുല പൊടിപ്പിക്കണതും ഈ കുട്ടികളെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ 6 വയസ്സുള്ളവരെ കുട്ടികളൊക്കെ എന്നെ കല്യാണം കഴിപ്പിക്കണതും അങ്ങനെയുള്ള പരിപാടിയൊക്കെ മുഹമ്മദ് കൊണ്ടുവന്നാണ്. അത് മുഹമ്മദിന് മുന്നേ മുതിർന്ന പുരുഷന്മാർക്ക് മുല കൊടുക്കുന്നത്. അതെ, മുതിർന്ന പുരുഷന്മാർക്ക് മുല കൊടുക്കണത്, ഈ സംഭവം കുട്ടികളെ വരെ കല്യാണം കഴിക്കണതും അതിനു മുൻപേ ഈ വിഷയം ഒന്നുമില്ല ബ്രദറെ. ഈ ജാഹില്യ കാലം എന്ന് പറഞ്ഞ് ഇവർ ഈ കളിയാക്കി നടക്കുന്ന ജാഹില്യ കാലം വളരെ വൃത്തികേടായിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നതിനകത്ത് ആ സമ്പ്രദായത്തിൽ പോലും ഈ അന്യപുരുഷന്മാർക്ക് ഒന്നും അറിയാത്ത പുരുഷന്മാരെ അവന്മാരെ വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്നിട്ട് അവർക്ക് ഈ സ്ത്രീകൾ മുല കൊടുക്കുന്ന പരിപാടിയൊന്നും നാറ്റക്കേസൊന്നും അന്ന് ജാഹില്യ കാലത്ത് ഇല്ലായിരുന്നു. ഇത് മുഹമ്മദാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈവൻ കൊച്ചു പിള്ളേരെ ജനിച്ചു വീണ ഒരു കൊച്ചിനെ പോലും തുടയിൽ ഉപയോഗിക്കാം. സൂറ 65:4 വരുന്നതിന് മുൻപേ വരെ ആരും തന്നെ കുഞ്ഞുങ്ങളെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടില്ല. ഇസ്ലാമാണ് കൊച്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാനുള്ള ഫുൾ അനുവാദം തരുന്നത്. ഇസ്ലാം മാത്രം, വേറെ ഒരു മതത്തിനകത്തും അതുമില്ല. സൂറ 65:4 അതിന് ബാക്കപ്പാണ്. മുഹമ്മദ് എന്ന ഇവരുടെ കള്ളപ്രവാചകൻ അതിൻ്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ കൂടിയാ. ഇന്നലെ ഞങ്ങൾ ആ വിഷയം എടുത്തതേ ഉള്ളൂ. ഈ ചൈൽഡ് നിക്കാഹിന്റെ വിഷയം ഞങ്ങൾ എടുത്തായിരുന്നു. സുന്നികൾക്കാണെങ്കിൽ അവർ വെച്ചിരിക്കുന്നത് 9 വയസ്സിന്റെ ഒരു അതാണെങ്കിൽ പോലും ഷിയാക്കൾക്ക് ഇതൊന്നുമില്ല. ഷിയാക്കളുടെ ഉലമാക്കൾ പറയുന്നത് ജനിച്ചു വീണ ഒരു കൊച്ചാണെങ്കിൽ പോലും ആ കൊച്ചിനെ
സെക്ഷുവൽ ഡിസയർ, പുരുഷന്റെ സെക്ഷുവൽ ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യാൻ അവന് അവളെ കാലിൽ ഉപയോഗിക്കാം, തുടയിൽ ഉപയോഗിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈവൻ ബ്രസ്റ്റ് ഫീഡിങ് ചൈൽഡ് ആണെങ്കിൽ പോലും എന്നാണ് ഇവരുടെ അയത്തുള്ളാസ് പറഞ്ഞിരിക്കുന്നത്. ഒന്നല്ല, 3 അയത്തുള്ളാസ്. ഷിയാക്കളുടെ ടോപ്പ് ലീഡേഴ്സ് ആണ് അയത്തുള്ള പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഷിയാക്കൾക്ക് വേറെ ഒരു ആൻസർ ഇല്ല. അത് കഴിഞ്ഞിട്ട് അവരൊന്നും അതിനകത്ത് എതിരഭിപ്രായം പറയാൻ പറ്റത്തില്ല. ടോപ്പായിട്ടുള്ള 3 അയത്തുള്ളാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ജനിച്ചു വീണ് പാല് കുടിക്കുന്ന കൊച്ചാണെങ്കിൽ പോലും ആ കൊച്ചിനെ ഒരു മുസൽമാന് തുടയിൽ ഉപയോഗിക്കാം, അതിനുള്ള അനുവാദമുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ആയിഷ 5 വയസ്സും 6 മാസം 5 വയസ്സും 8 മാസമായപ്പോൾ മുഹമ്മദ് നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും മുഹമ്മദ് അബൂബക്കറിന്റെ വീട്ടിൽ വരുന്നു എന്നുള്ള വേറെ ഹദീസ് ഉണ്ടെങ്കിൽ മുഹമ്മദ് ആ വയസ്സ് തൊട്ട് 9 വയസ്സ് വരെ ആയിഷയെ തുടയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 9 വയസ്സായപ്പോൾ പാവകളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന, പ്യൂബർട്ടി പോലും ആകാത്ത ആ കൊച്ചിനെ മുഹമ്മദ് 9 വയസ്സായപ്പോൾ സവാരി ചെയ്തത്, ആ കൊച്ചിനെ ലൈംഗികമായി പീഡിപ്പിച്ചത്. ഇത് ഇസ്ലാമിന് പുറത്ത്, ഇസ്ലാമിന് മുൻപേ ജാഹില്യ കാലത്ത് ഒരിക്കലും ആരും ചെയ്യുന്ന പരിപാടിയല്ലായിരുന്നു. ഇത് ഇസ്ലാം കൊണ്ടുവന്ന ഒറ്റ വൃത്തികെട്ട കാര്യമാണ്. ഇതും ഈ മറ്റേ മുലകുടി ബന്ധം. ഈ മുലകുടി ബന്ധവും ജാഹിലിയ കാലത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ടല്ലേ സഹല ബിൻ സുഹൈല് തിരിച്ചു ചോദിക്കുന്നത്, ഇവനൊരു മുതിർന്ന പുരുഷനല്ല, ഞാൻ ഈ പരിപാടി എങ്ങനെ ചെയ്യും എന്ന് സഹലയ്ക്ക് പോലും നാണക്കേട് തോന്നി. അതുകൊണ്ടാണ് സഹല തിരിച്ച് മുഹമ്മദിന്റെ അടുത്ത് ചോദിക്കുന്നത്, അവനൊരു മുതിർന്ന പുരുഷനല്ലേ, താടിയും ഒക്കെ ഉള്ള പുരുഷനല്ലേ, ഞാൻ എങ്ങനെ ഈ പരിപാടി ചെയ്യും? മുഹമ്മദിന് അവർക്ക് അത്ര ലോജിക്ക് ഇതുണ്ടായിരുന്നു. മനസ്സിലായില്ല അലൻ ബ്രദറെ. സഹളയ്ക്ക് ഇതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഒരു മുതിർന്ന പയ്യൻ ഒരു സ്ത്രീയുടെ 10 പ്രാവശ്യം ഇഫ് ഹി ഈസ് സക്കിളിങ്, അവന് അവളോടുള്ള കാമം തോന്നുകയാണോ അതോ അവളെ അമ്മയായി കാണുകയാണോ? ഒരു ബോധമുള്ള ഒരു 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 തലച്ചോറുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ എന്തുവാ പറയുന്നത്? എടാ, ഒരു മുതിർന്ന പുരുഷനാണെങ്കിൽ അവൻ അവളോട് കൂടുതൽ കാമമല്ലേ തോന്നത്തുള്ളൂ, ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ. ഇതുകൊണ്ടാണ് ആയിഷയുടെ അടുത്തേക്ക് ഈ ചെറുക്കന്മാരെല്ലാം, നാട്ടിലുള്ള ചെറുക്കന്മാരെല്ലാം ആയിഷയുടെ അടുത്തേക്ക് ഈ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആയിഷയുടെ വീട്ടിൽ കയറി വന്നിട്ട് ഈ ബന്ധം സ്ഥാപിക്കും 10 ഡിഫറെന്റ് ടൈംസിൽ. എന്നിട്ട് ആയിഷയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. മുഹമ്മദ് എങ്ങനെയാണ് കുളിച്ചത്, മുഹമ്മദ് എങ്ങനെയാ അപ്പിയിട്ടത്, മുഹമ്മദ് അപ്പിയിട്ടതിന് ശേഷം എങ്ങനെയാ കഴുകിയത്, ഇതെല്ലാം ആയിഷയോട് ചോദിക്കും. അപ്പൊ അവർക്ക് രണ്ടും കിട്ടും, എൻജോയ്മെന്റും കിട്ടുന്നുണ്ട്, അവർക്ക് ഇങ്ങനത്തെ പൊട്ട കാര്യങ്ങൾക്ക് ഓരോ ഉത്തരവും കിട്ടുന്നുണ്ട്. അതല്ല അല്ല, ബ്രദറെ, ഇവന്മാര് വരുന്ന ഇതിന് വേണ്ടി തന്നെയാണ്, ആയിഷയുടെ മുല കുടിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. മറ്റേത് ഈ ചോദ്യം ചോദിച്ചോണ്ട് അത് ചുമ്മാ വെറുതെ പേരിന് വേണ്ടി വരുന്നതാണ്. ഇവന്മാരുടെ മെയിൻ പർപ്പസ് ആയിഷയുടെ ഇത് തന്നെയാണ്. അതല്ല വേറൊരു കാര്യം Absolutely. ഉണ്ടോ, വേറൊരു കാര്യം ഉണ്ടല്ലോ, ഈ മുഹമ്മദ് ഈ മരുമോളെ കെട്ടാനാണല്ലോ ഈ സകല കാര്യം കൊണ്ടുവന്നത് അല്ലേ? ഈ മറ്റേ ഈ മുലകുടിയുടെ പ്രശ്നം കൊണ്ടുവന്നത് ഈ സൈനബിനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടല്ലേ ഈ ആയത്ത്? അതെ 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 ഇത് ചെയിൻ റിയാക്ഷൻ ആണ്. മുഹമ്മദ് സൈനബിനെ കെട്ടി, അപ്പം നാട്ടുകാരെല്ലാവരും മുഹമ്മദിനെ പറയും, മുഹമ്മദെ നീ നിന്റെ വളർത്തുപുത്രനെ കെട്ടി. കാരണം മുഹമ്മദിന്റെ വളർത്തുപുത്രനായി സയ്യിദ് ഇബിൻ മുഹമ്മദ് എന്നാണ് ഈ സയ്യിദിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് അൽ തബ്രി വോള്യൂം 8 2ാമത്തെ പേജിനകത്ത് അത് കൊടുക്കുന്നുമുണ്ട്. നാട്ടുകാരെല്ലാവരും മുഹമ്മദെ നീ നിന്റെ വളർത്തുപുത്രനെയാണ് കെട്ടിയത് എന്ന ഒരു ചോദ്യം ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഖുറാനകത്ത് സൂറ 33:5 ആണെന്ന് എനിക്ക് തോന്നുന്നു. അതൊന്ന് നോക്കിയേക്കാം നമുക്ക് വേണമെങ്കിൽ. സൂറ 33 അതിൻ്റെ 5 ഒന്ന് നോക്കിയേ. സൂറത്തുൽ അഹ്സാബ് 33 അതിൻ്റെ 4, 5. നിങ്ങളുടെ ദത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളേക്ക് ചേർത്തു വിളിക്കുക, അതാണെന്ന് അല്ലാഹുവിൻ്റെയും ഏറെ നീതിപൂർവകം. അഥവാ അവരുടെ പിതാക്കളാരെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അവർ നിങ്ങളുടെ അദൃശ്യ സഹോദരങ്ങളായിരിക്കും മാത്രമായിരിക്കും. അപ്പം അവരെ നേരെ സഹോദരങ്ങളുടെ രീതിയിലേക്ക് വെച്ച് ഇനി സഹോദരൻ എങ്ങനെ ആക്കുന്നേ? അപ്പോഴാണ് മുഹമ്മദിന്റെ തലച്ചോറി വന്നത് ഈ മുലകുടി ബന്ധത്തിന്റെ ആയത്ത്. ഇത് മുഹമ്മദിന് വഹിയായി അള്ളാഹു കൊടുത്തെന്നാണ് മുഹമ്മദ് പറയുന്നത്. പക്ഷെ ആ ആയത്ത് ഇപ്പം കാണാനുമില്ല. ഈ മലയാളം ഹദീസിലെല്ലാം ആയിഷയെ പറ്റി പറഞ്ഞേക്കുന്നത് എങ്ങനെയാണെന്നറിയാം, പാലും മായി. അത് ഓർക്കുന്നുണ്ടോ?
അതെ 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 അതെ. വേറെ ഒരു ഹദീസിലും പറയുന്നുണ്ടല്ലോ, ഈ രണ്ട് പയ്യന്മാര് ആയിഷയെ കാണാൻ പോകുമ്പം മുഹമ്മദ് എങ്ങനെയാ കുളിച്ചത് എന്നുള്ള കാര്യം കാണാൻ പോകുമ്പം പറയുന്നുണ്ടല്ലോ. ഐഷ വാസ് ദെയർ മിൽക്ക് ആൻഡ്. നസ്രീം ബ്രദറെ, ഈ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞും ഈ മുലകുടി ബന്ധം തുടർന്നായിരുന്നു ആയിഷ? അതിന്റെ അങ്ങനെ വല്ല അതെ ഹദീസ് അതെ വല്ലതും അതെ അതെ, തുടർന്നായിരുന്നു. പിന്നെ 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 അത് മുഹമ്മദ് മരിച്ചതിന് ശേഷം ആയിഷ ഈ സെയിം പരിപാടി പിന്നത്തേതിൽ തുടർന്നു എന്നതിൻ്റെ തെളിവാണ് ഇവരുടെ ഒരു പുസ്തകം. അതെ, ആയിഷ എന്ത് ചെയ്യുമായിരുന്നു? ആയിഷ വേറെ ഭാര്യമാരോട് പറയുമായിരുന്നു ഈ വരുന്ന ചെറുക്കന്മാർക്ക് മുല കൊടുപ്പിക്കാൻ. ഇത് സുനൻ അബൂ ദാവൂദ് 2061 പറയുന്നുണ്ട്. 2061 പറയുന്നത് ഇങ്ങനെയാണ്. Hence Aisha used to ask the daughters of her sisters and daughters of her brethren to give him breastfeed 5 times, whom Aisha wanted to see and who wanted to visit her. Though he might be of the age, he then visited her. But Salma and all the other wives of the Prophet refused to allow anyone to visit them on the basis of such breastfeeding unless one is given breastfeed during infancy. ബാക്കി ഭാര്യമാരൊന്നും അതിന് അനുവാദം കൊടുത്തിട്ടില്ല. അപ്പം ആയിഷ എന്ത് ചെയ്യുമായിരുന്നു? ആയിഷ ഈ ഭാര്യമാരോട് പറയുമായിരുന്നു. ഇനിയും ആയിഷ ഈ പുരുഷന്മാർക്ക് മുല കുടിക്കാൻ കൊടുക്കുമായിരുന്നു എന്നതിൻ്റെ തെളിവ് ഇവരുടെ ഒരു പുസ്തകം ഫത്ത് അൽ മുനീം ഷഹി മുസ്ലിം. സഹി മുസ്ലിമിൻ്റെ ഷറയാണിത്. ഫത്ത് അൽ മുനീം ഷറ, ഫത്തുൽ മുയിൻ അല്ല, ഫത്ത് അൽ മുനീം ഷറ ഷഹി മുസ്ലിം. അതിനകത്ത് ഇവരുടെ പണ്ഡിതൻ മൂസ ഷാഹി ലാസിനാണ് ഇത് എഴുതുന്നത്. വോള്യം 5 പേജ് നമ്പർ 622, 622. ഇതാണ് ഞാൻ മുഹമ്മദ് ഈസയോട് ചോദിച്ചത്. മുഹമ്മദ് ഈസ അതിന്റെ ഉത്തരം പറഞ്ഞില്ല. അവനറിയാം അവൻ 8 നിലപ്പെട്ടു എന്ന്. ഷാഹി ലാസിൻ ഇങ്ങനെയാണ് ക്ലെയിം എഴുതുന്നത്. ആയിഷ ഒപ്പൈൻഡ് ദാറ്റ് അഡൽട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് മേക്സ് ആൻ ഇൻഡിവിജ്വൽ മഹറം. ആയിഷ പറഞ്ഞു അഡൽട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത് ഒരാളെ മഹറമാക്കും. മഹറം എന്ന് പറയുന്ന അമ്മയുടെ സ്ഥാനത്തേക്കാക്കും, അല്ലെങ്കിൽ നിക്കാഹ് കഴിക്കാൻ കഴിയാത്ത രീതിയിലാക്കും. ഓക്കെ. Aisha opined that adult breastfeeding makes an individual mahram, and she practically breastfed a young man and he would enter upon her. ആയിഷ ഒരു യൗവനക്കാരന് മുലകുടി മാത്രമല്ല അവിടെ നടന്നത് അല്ലേ? മുലകുടി ബന്ധം സ്ഥാപിച്ചു, എന്നിട്ട് അവനെ വീട്ടിൽ കയറ്റുമായിരുന്നു. ബട്ട് ദ റിമൈൻഡർ ഓഫ് ദ മദേഴ്സ് ബിലീവേഴ്സ് ഡിനൈഡ് ഇറ്റ്. മറ്റ് ഭാര്യമാര് അതിന് അനുവാദം കൊടുത്തില്ല. അപ്പൊ ആയിഷ ഇത് ചെയ്തിട്ടുണ്ട്. അല്ല, ഇവര് അതിന്റെ വിശ്വാസികളുടെ അമ്മ എന്ന് വിളിച്ച് നടക്കുന്ന ഉമ്മുൽ മുഅ്മിനാണ്. നോട്ട് ഇൻ ദ സെൻസ് ഓഫ് ഹാവിംഗ് സെക്ഷൽ ഇന്റർകോഴ്സ്, ദാറ്റ് ഈസ് എ ഡിഫറൻറ്റ്. അങ്ങനല്ല അലൻ ബദറെ. ഹി എൻറ്റേർഡ് അപ്പോൺ ഹെർ മീൻസ് ടു ഗെറ്റ് ആക്സസ് ഇൻസൈഡ് ഹെർ ഹൗസ് വിതൗട്ട് ദ വെയിൽ. ഈ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്ത് കഴിഞ്ഞു, 10 പ്രാവശ്യം ബ്രസ്റ്റ് ഫീഡിങ് ചെയ്ത് കഴിഞ്ഞപ്പം ഹിജാബിൻ്റെ അപ്പിക്കുപ്പായത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പിക്കുപ്പായം മാറ്റിയിട്ട് ഒരു മുറിക്കകത്തിരിക്കാം എന്നുള്ള ആ ആശയത്തിലാണ്. അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ അപ്പം നമ്മൾ ഇല്ലാത്ത കാര്യം അവിടെ ഇന്റർകോഴ്സ് നടന്നു നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നടന്ന കാര്യം ഇതാണ്. അല്ല, വായിച്ചപ്പോ എനിക്ക് അങ്ങനെ തോന്നിയത്, എഴുതിയേക്കുന്ന രീതി വായിച്ചാ അങ്ങനെ തോന്നുന്നു. അതല്ല, ഉമ്മുസൽമ ചോദിക്കുന്നുണ്ടല്ലോ, ഉമ്മുസൽമ ആയിഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ, ഒരു അഡൾട്ടായിട്ടുള്ള ഒരാണ് നിന്റെ അടുത്ത് വരുന്നുണ്ടെന്ന്. അപ്പോൾ ആയിഷ എന്തിരുന്നാലും എനിക്ക് എൻ്റെ അടുത്ത് വരുന്നത് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആയിഷ പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ മെസ്സഞ്ചർ നിങ്ങൾക്കൊരു മാതൃകയില്ലേ എന്നും പറഞ്ഞ് ചോദിക്കുന്ന ഒരു ഹദീസല്ലേ ഇതിനെ സംബന്ധിച്ച്? അത് മുഹമ്മദിന്റെ മുൻപിൽ വെച്ച് ആയിഷയുടെ കൂട്ടത്തിൽ ഒരു ചെറുക്കൻ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതിനെപ്പറ്റി റോബ് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇത് സഹി ബുഖാരിക്കകത്ത് 5102 ഇപ്പം റീസെൻ്റ്ലി റോബ് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തായിരുന്നു. ഇതിനകത്ത് ഇച്ചിരൂടെ നമ്മുടെ കയ്യിലുള്ള ബുഖാരിക്കകത്ത് ശരിയായിട്ടും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഷറകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സയ്യൽ ബുഖാരി 5102 പറയുന്നത്, നറേറ്റഡ് ആയിഷ തന്നെ ഇത് രേഖപ്പെടുത്തുന്നത്, that the prophet entered upon her while a man was sitting with her.
മുഹമ്മദിന് അറിയാത്ത ഏതോ ചെറുക്കൻ ആയിഷയുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് മുഹമ്മദ് അകത്തേക്ക് കടന്നു വരുന്നു. The sign of anger seems to appear on his face as if he disliked that. മുഹമ്മദിന്റെ മുഖഭാഗം അപ്പോഴത്തേക്ക് മാറുന്നു. അപ്പൊ അവൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഈ വ്യക്തി ആയിഷയുടെ കൂടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നേ? മുഹമ്മദിന്റെ മുഖഭാഗം അപ്പോഴത്തേക്കിനും മാറുന്നു, ദേഷ്യപ്പെടുന്നു. ഇത് ആയിഷ കാണുന്നു. അപ്പൊ ആയിഷ നോക്കിയിട്ട് ആയിഷ പറയുന്നു, ഷീ സെഡ് ഹീ ഈസ് മൈ ഫോസ്റ്റർ ബ്രദർ. ഒന്നും ചോദിക്കുന്നില്ല, അതിനു മുൻപേ തന്നെ ആയിഷ പറയാണ്, ഇവൻ എൻ്റെ ഫോസ്റ്റർ ബ്രദറാണ്, സഹോദരനാണ് എന്ന് ആയിഷ പറയാ. അപ്പം മുഹമ്മദിന് അറിയാത്ത ഏത് സഹോദരനാ ഉള്ളേ? മുഹമ്മദിന് അറിയാം ഇത് വേറെ സീനാണ്. ഹീ സെഡ് ബി ഷുവർ ആസ് ടു ഹൂ ഈസ് യുവർ ഫോസ്റ്റർ ബ്രദർ, ഫോർ ഫോസ്റ്റർ സക്ലിംഗ് റിലേഷൻഷിപ്പ് ഈസ് എസ്റ്റാബ്ലിഷ് ഓൺലി വെൻ മിൽക്ക് ഈസ് ദി ഓൺലി ഫുഡ് ഓഫ് ദി ചൈൽഡ്. നീ സൂക്ഷിച്ചു വെച്ചോ, ഫോസ്റ്റർ ബ്രദർ അങ്ങനെ ഒന്നും സ്ഥാപിക്കാൻ പറ്റത്തില്ല. അത് സ്ഥാപിക്കുന്നത് പാല് മാത്രം ആഹാരമായി കൊച്ച് കുടിക്കുന്ന ആ സമയത്താണ് ബന്ധം സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ. സ്വന്തം ഭാര്യയുടെ വിഷയം വന്നപ്പം മുഹമ്മദ് നേരെ കളം മാറ്റി. അതാണ് ഈ ഭാഗം. നമ്പർ കൂടെ ഇടണം ബ്രദർ. ഞാൻ ഇട്ടിട്ടുണ്ട്. സഹി മുസ്ലിം ബുക്ക് റെഫറൻസ് 17 ഹദീസ് 36. സഹി മുസ്ലിം വന്നോ? സഹി മുസ്ലിമിൽ ഹദീത്ത് 3427. ഞാൻ വേണമെങ്കിൽ അത് പിൻ ചെയ്യാം. 3427 അത് മേളിൽ പിന്നും ചെയ്തു വേണമെങ്കിൽ. ഒരു മിനിറ്റ്, ഞാനത് എടുക്കാം. ഇതുകൊണ്ട് ദിസ് ഈസ് ഓൾസോ ഗുഡ് വൺ, താങ്ക് യു. ഇത് പറയുന്നത് ഉമ്മു സൽമ സെഡ്, സഹി മുസ്ലിം 3427. ഉമ്മു സൽമ സെഡ് said to Aisha, a young boy who is at the threshold of puberty comes to you. ഉമ്മു സൽമ ആയിഷയോട് പറയുന്നതാണ്, നിന്റെ അടുത്തേക്ക് ഒരു യൗവനക്കാരനായ പ്യൂബർട്ടിയിലെത്താത്തെന്ന് പറയുമ്പം ഈ ഗുഹ്യഭാഗത്ത് രോമം കിളിക്കാത്ത ഒരു യൗവനക്കാരനായ ചെറുക്കൻ നിന്റെ കൂടത്തിലിരിക്കുന്നത് ഞാൻ കാണുന്നു. young boy who has not yet reached the threshold of puberty comes to you. I, however, do not like that he should come to me. അപ്പം എനിക്ക് ഈ ചെറുക്കൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. Whereupon Aisha said, അപ്പൊ ആയിഷ പറയാണ്, ഡോണ്ട് യു സീ ഇൻ അല്ലാസ് മെസ്സഞ്ചർ എ മോഡൽ ഫോർ യു. അള്ളാഹുവിൻ്റെ റസൂളിൽ ഒരു ഉത്തമ മാതൃക നീ കാണുന്നില്ലയോ? ഷീ ഓൾസോ സെഡ് ദ വൈഫ് ഓഫ് അബു ഹുദൈഫ സെഡ്. എന്നിട്ട് ആയിഷ പറയാണ്, അബു ഹുദൈഫയുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, മെസ്സഞ്ചർ ഓഫ് അല്ലാ, സലീം കംസ് ടു മീ ആൻഡ് നൗ ഹി ഈസ് എ ഗ്രോൺ അപ്പ് പേഴ്സൺ ആൻഡ് ദർ ഈസ് സംതിങ് ദാറ്റ് റാങ്കിൾസ് ഇൻ ദ മൈൻഡ് ഓഫ് അബു ഹുദൈഫ അബൌട്ട് ഹിം. സലീം, അപ്പം സഹള ബിൻ സുഹൈലാണ് ഈ പറയുന്നത്. സഹള ബിൻ സുഹൈൽ പറയുന്നു, അല്ലയോ പ്രവാചകനെ, ഈ സലീം എൻ്റെ അടുത്തേക്ക് വരുന്നത് അബു ഹുദൈഫയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. Whereupon Allah's messenger said, suckle him. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൾ എന്ത് പറഞ്ഞു? ഇവന് മുലകുടി ബന്ധം സ്ഥാപിക്കുക, മുലകുടിപ്പിക്കുക. ഇതും അതിൻ്റെ കൂട്ടത്തിൽ ചേർന്നിരിക്കുന്ന ഹദീസാണ് ബ്രദറെ. ഈ യൗവനക്കാരനെ പറ്റിയാ ഈ പറയുന്നത്. ഈ ആയത്തിറങ്ങിയത് സഹ്ല ബിൻ സുഹൈലിന് വേണ്ടിയാണെങ്കിലും ഈ ആയത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ആയിഷയാണ്. Absolutely true. ആയിഷ ചെറിയ പ്രായത്തിൽ വിധവയായതൊന്നും ആയിഷക്ക് പ്രശ്നമല്ല. ആയിഷക്ക് വേറെ രീതികളൊക്കെ. ആയിഷ ഈ ആയത്തിൽ ജീവിക്കരുതെന്ന് പറഞ്ഞത് വിശ്വാസികളുടെ മാതാവുണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിശ്വാസികളുടെ മാതാവ് ഉമ്മുൽ മുഅ്മിൻ തന്നെ പറയണം. ഉമ്മുൽ മുഅ്മിനാണ്. ആയിഷയുടെ പേര് പറയുമ്പോൾ തന്നെ ആയിഷ റബിയുള്ളാഹിം അല്ലെങ്കിൽ ദ മദർ ഓഫ് ദ പ്രോഫറ്റ്സ് പീസ് ബി അപ്പോൺ ഹർ എന്ന് മാത്രമേ പറഞ്ഞിട്ട് ഇവർ ആയിഷയുടെ പേര് പോലും പറയത്തുള്ളൂ. വിശ്വാസികളുടെ അമ്മയാണ്. മുസ്ലിം വിശ്വാസികളുടെ അമ്മയാണ് അന്യപുരുഷന്മാർക്ക് മുല കൊടുത്തിട്ട് അവരെ വീട്ടിൽ കയറ്റുന്നത്. ഈ പകലോമറ്റം ബ്രദർ ഇതിനെക്കുറിച്ചൊരു വോയിസ് റെഡ് ഇട്ടിട്ട് നമ്മുടെ മുസാഫിർ വന്നിട്ട് മുസാഫിറിൻ്റെ ഉമ്മേനെയാണ് ആ ചീത്ത പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് പകലോമറ്റം ബ്രദറിൻ്റെ മദറിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ചീത്ത പറഞ്ഞായിരുന്നു. ഈ ഹദീസ് പിൻ ചെയ്തിട്ട്, ഈ മുല പിടിക്കുന്ന ആയിഷ മുല കൊടുത്ത ഹദീസ് പിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. പക്ഷെ ഹദീസ് എന്താണ് പറയണേന്നുള്ളത് ഇവർ നോക്കുന്നില്ല. ഹദീസ് ജെനുവിൻ ആണോ അല്ലെങ്കിൽ ഇവരുടെ പണ്ഡിതന്മാർ തന്നെ എഴുതി വെച്ചേക്കണേണ്, ആയിഷ തന്നെ എഴുതി വെച്ചേക്കണേണ്, ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ ഒരു ഹദീസ് വായിച്ചു കഴിഞ്ഞപ്പോൾ പകലോമറ്റം ബ്രദറായി കുറ്റക്കാരൻ. ആ ഒരു ലെവലിലാണ് ഇവരുടെ ഒരു ബ്രെയിൻ ഇരിക്കുന്നത്.
അപ്പൊ നസ്രീം ബ്രദറെ, ഈ മുഹമ്മദ് ചത്ത് ചീഞ്ഞതിന് ശേഷം ഭാര്യമാരെ നിക്ക ചെയ്യാൻ മാത്രമേ അനുവാദം ഇല്ലാതിരുന്നുള്ളൂ, ബാക്കി കുഴപ്പമില്ലായിരുന്നില്ലേ? അതെ 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 നിക്കാ ചെയ്യാൻ മാത്രം അനുവാദം കൊടുത്ത് ബാക്കി അവിടെ ഉള്ള പയ്യന്മാരെല്ലാം ഏത് സമയത്തും മുഹമ്മദ് ഈ സ്ത്രീകളുടെ എല്ലാം വീട്ടിൽ കയറാൻ അവർക്ക് അനുവാദം ഉണ്ടായിരുന്നു ഈ ബന്ധം സ്ഥാപിച്ചതിന് ശേഷം. ഐഷ അതിന് പൂർണ്ണ സമ്മതം കൊടുക്കുകയും ചെയ്തു. ഐഷ അതാണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യും. ഈ മുഹമ്മദ് മരിക്കുമ്പം ആയിഷയ്ക്ക് വെറും 18 വയസ്സേ ഉള്ളൂ. അതും കൂടെ ഓർക്കണം. അതും സൗഫാൻ ആ ആ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി അല്ല ബ്രദറെ, ബദ്ര അന്നേരം ഈ ഒരു കാര്യം കയറി വന്നത് എല്ലാവർക്കും നമസ്കാരം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ ആയിഷയ്ക്ക് 18 വയസ്സെന്ന് നിങ്ങൾ പറയരുത്. കാരണം 5 വയസ്സും 8 മാസവും പ്ലസ് 10 വർഷം കൂടെ കൂട്ടിക്കോ, അപ്പൊ എത്രയായി? 18 വയസ്സാവുമോ? 16 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് വേണം കണക്ക്. നമ്മൾ അങ്ങനെയാ കാണുന്നത്. ഓക്കെ, പ്രൈസിലോട്ട് തുറന്നോളൂ. 20-ൽ താഴെ തന്നെയാണ്. എന്താണെങ്കിലും 16-17 അത്രയും പ്രായമേ കാണത്തുള്ളൂ. അതിൽ കൂടുതൽ ഐഷയ്ക്ക് പ്രായമായിട്ടില്ല. ചെറിയ പ്രായമാണ് ഐഷയ്ക്ക്. അല്ല ബ്രദറെ, 16 എന്ന് പറഞ്ഞാൽ ഓവറേജ് ആണ് ഇവരുടെ ഒരു കണക്കനുസരിച്ച്. ഈ 5 വയസ്സ് കിട്ടിയ ആൾക്ക് എന്ത് 16, എന്ത് 18, എന്ത് ഡിഫറൻസ്? അന്നേരം നസ്രീം ബ്രദറെ, ഈ 10 പ്രാവശ്യം മുല കൊടുത്താലല്ലേ ഉള്ളൂ ഈ സഹോദരനാകാൻ പറ്റുള്ളൂ. ഈ 9 പ്രാവശ്യം വന്നേച്ച് പോയാലോ? ആകാൻ പറ്റത്തില്ല. 9 പ്രാവശ്യം ചെയ്തേച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റത്തില്ല. അത് പിന്നത്തേത് കുറച്ചു എന്ന് പറയുന്നുണ്ട്. 10 പ്രാവശ്യത്തേത് കുറച്ചിട്ട് 5 പ്രാവശ്യമായി അള്ളാഹു ആയത്തിറക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആയത്തില്ല, അത് വേറെ കാര്യം. അപ്പം നമുക്ക് എന്നാലും വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 4 കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. 4 കൊടുത്തേച്ച് പറ്റത്തില്ല. അപ്പം 4ഉം ഒരേ സമയത്തല്ല കേട്ടോ, അത് തെറ്റിദ്ധരിക്കല്ലേ. 4ഉം ഒരേ ദിവസം ഒരേ സമയത്തല്ല ചെയ്യേണ്ടത്. 4ഉം 5ഉം 5 വിവിധ സമയത്താണ്. 10ഉം 10 വിവിധ സമയത്താണ്. 10 ഡിഫറെന്റ് ടൈമിൽ 10 ഡിഫറെന്റ് ഡേയ്സിലാണ് ഇത് ചെയ്യേണ്ടത്. അതുപോലെ ബ്രദറെ, 2007 അലക്സർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പുള്ളിയുടെ ഒരു ഫത്വയും കൂടി ഇല്ലേ ഇതിനെക്കുറിച്ച്, ഈ മുലകുടീനെ കുറിച്ച്? ഈജിപ്തിൽ അങ്ങനത്തെ ഒരു ഫത്വ ഇറക്കിയായിരുന്നു ഒരു പണ്ഡിതൻ. അത് അതിൻ്റെ വീഡിയോസൊക്കെ കിടപ്പുണ്ട്. ഇവരുടെ പണ്ഡിതൻ ഫത്വ ഇറക്കിയായിരുന്നു. ഈ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ ഓഫീസിൽ കൂട്ടത്തിൽ ആൾക്കാരുടെ കൂടെ ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെയും ജോലി ചെയ്യുവാണെങ്കിൽ പോലും അവിടെയുള്ള ആരുടെ കൂടെയാണോ നിങ്ങൾ അടുത്ത് ജോലി ചെയ്യുന്നത് അവരുമായിട്ട് നിങ്ങൾ മുലകുടി ബന്ധം സ്ഥാപിക്കണം. അപ്പം ഇത് ന്യൂസിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഈജിപ്ഷ്യൻ ജേർണലിസ്റ്റ് ഈ ഫത്വ ഇറക്കിയ ആളിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ ക്യാമറമാനും അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാവരും കൂടെ ഒരു 10-25 പേരുണ്ട്, ഞാൻ എന്താ ചെയ്യുന്നത്? അപ്പം ആ ഉസ്താദ് പറയുന്നത്, യു ഹാവ് ടു ഡു ദിസ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ പെണ്ണുമ്പിള്ള ആ ഉത്തരം കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് ആ വീഡിയോയ്ക്കകത്ത്. ജോലി രാജിവെച്ചിട്ടുണ്ടോ? ഇച്ചിരി എന്താ പറയാ, ഇച്ചിരി അതിന് പറയണ എന്താ, കുറച്ച് മാന്യത ഉണ്ടെങ്കിൽ. നസ്രീം ബ്രദറെ, JPJ എന്ന് പറഞ്ഞൊരു ബ്രദർ വന്നിട്ടുണ്ട്, ചോദിക്കൂ ബ്രദറെ. JPJ ബ്രദറെ, പറഞ്ഞോളൂ. JPJ മുലകുടിയുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യം പറയാനാണോ വന്നത്? ഹലോ, കേക്കാവോ? പറഞ്ഞോ ബ്രദറെ, കേൾക്കാം പറഞ്ഞോ, കുറച്ചുകൂടെ ഒച്ച. ഈ ഡിസെപ്ഷൻ ഓഫ് അള്ള എന്ന് പറഞ്ഞതിന്റെ ഒരു ക്രിസ്ത്യൻ പ്രിൻസിന്റെ ഒരു ബുക്കില്ലേ, അതിന്റെ PDF കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഉണ്ട് ബ്രദറെ, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എങ്ങനെയാണ് കിട്ടുന്നത്? ബ്രദറിനൊരു മെസ്സേജ് ഞാൻ ഇട്ടാൽ വരാൻ പറ്റുമോ? ലിങ്ക് മേളിലിടാം, ഒരു മിനിറ്റ്. ഓക്കെ, താങ്ക് യു. ക്രിസ്ത്യൻ പ്രിൻസിൻ്റെ ലൈബ്രറിക്കകത്ത് ക്രിസ്ത്യൻ പ്രിൻസ് ഫ്രീ ആയിട്ട് കൊടുത്ത പുസ്തകങ്ങളിൽ ഇത് ഐ തിങ്ക് ഇറ്റ് ഈസ് ദെയർ. ജസ്റ്റ് ചെക്ക്, അല്ലെങ്കിൽ യു കെൻ ടേക്ക് ഇറ്റ് ഫ്രം അതർ പ്ലേസ്. മേളിലിട്ടിട്ടുണ്ട്. ലൈബ്രറി ഒന്ന് ചെക്ക്.
എന്തൊക്കെ ആചാരങ്ങളാണ് ഇവരുടെ. എന്നിട്ട് ഇവർ പറയും സ്ത്രീകളെ ഞങ്ങളെ ഏറ്റവും ബഹുമാനി. ബദ്ര, ഇന്നലെ ഒരു ഗ്രൂപ്പിൽ ഞാൻ കയറി, അവിടെ പറയുകയാണ്, അതായത് ഈ ഖുറാനിൽ പറയുന്ന ഈ കണക്ക് പരിഹരിക്കണേ അള്ളാഹു തന്നെ ഇറങ്ങി വരണം, എന്നാലും പരിഹരിക്കാൻ പറ്റുകയില്ലെന്ന്. അപ്പൊ അതോടനുബന്ധിച്ച് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം, അത് ചോദ്യം ശരിക്കും ന്യൂക്ലിയർ ബ്രദറിനോടാണ്. ഇനി പുള്ളി പറഞ്ഞില്ല, നസ്രം ബ്രദർ ഇടപെട്ടാൽ മതി. അത് രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പോൾ അത് ഒരെണ്ണമേ കുടിക്കാൻ പറ്റുള്ളെങ്കിൽ അത് അരക്കുടിയായിട്ട് സമ്മതിക്കുമോ അതോ മുഴുക്കുടിയായിട്ട് സമ്മതിക്കുമോ? എങ്ങനെയാണ്? അതിനെ പറ്റി വല്ല അറിയാവോ? ഇതൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ബ്രദറെ, ഞാൻ പാസ് ചെയ്തോട്ടെ? അടുത്ത ആളിലേക്ക് പാസ് ചെയ്യേ. നസ്രൻ ബ്രദർ, ഓവർ ടു യു. നമ്മൾ മുസ്ലിങ്ങളല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത്രയും ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഞാനും അതിന് അശക്തനാണ്, അതിന് ഉത്തരം പറയാൻ ഞാനും അശക്തനാണ്. ഞാൻ കാത്തലിക് അച്ചാൻ പറഞ്ഞതിലുള്ള വ്യംഗ്യം എനിക്ക് മനസ്സിലായി. എന്താണെങ്കിലും കോൺട്രവേഴ്സി ഓൺ ദ സൗദി അറേബ്യ ഓവർ ഫത്വ പെർമിറ്റിംഗ് ബ്രസ്റ്റ് ഫീഡിങ് ഓഫ് അഡൽട്ട്സ്. നിങ്ങളിത് സേവ് ചെയ്ത് വെക്കണം കേട്ടോ, ഈ ലിങ്ക് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. ഒഫീഷ്യലായി ഇറങ്ങിയ കാര്യമാണ്, ഇതല്ല ചുമ്മാ കാര്യമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും 6-ാം നൂറ്റാണ്ടിൽ മാത്രമേ അവന്മാർ ചെയ്തിട്ടുള്ളൂ. ഒന്നുമല്ല, ഷറിയ നിയമം വന്നു കഴിഞ്ഞാൽ ഇവന്മാർ ഇത് നാട്ടിൽ വേണമെങ്കിലും നടപ്പിലാക്കും. പറയുന്നത് ഇങ്ങനെയാണ്: ഷെയ്ഖ് അബ്ദ് അൽ മൊഹ്സീൻ അൽ ഒബീഖാൻ, an advisor at the Saudi Justice Ministry, recently issued a fatwa allowing the breastfeeding of adults. ഷേഖ് സൗദി ജസ്റ്റിസ് മിനിസ്ട്രിയുടെ ആളാണ്, പുള്ളി ഇറക്കിയ ഫത്വയാണ് ബ്രസ്റ്റ് ഫീഡിങ് ഓഫ് അഡൾട്ട്. ദ ഫത്വ ഈസ് എയിമിംഗ് അറ്റ് എനേബിളിംഗ് ആൻ അൺറിലേറ്റഡ് മാൻ ആൻഡ് എ വുമൻ ടു ബി സെക്ലൂഡഡ് ഇൻ ദ സെയിം റൂം. ഈ ഫത്വ അതെന്ത് ചെയ്യും? ഒരു മുൻ പരിചയം ഇല്ലാത്ത ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഒരു മുറിക്കകത്ത് ഇരിക്കുവാൻ ഈ ഫത്വ കൊണ്ട് അവർക്ക് സാവകാശം കിട്ടും. എ സ്റ്റേഷൻ വിച്ച് ഇസ്ലാം കൺസിഡർ ഫോർബിഡിങ് ജെൻഡർ മിക്സിംഗ്. ഇസ്ലാം ഏറ്റവും ഹറാമായി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു സ്ത്രീയും ഒരു പുരുഷനും, അറിയാത്ത ഒരു സ്ത്രീയും പുരുഷനും, അല്ലെങ്കിൽ സഹോദരനോ ഭർത്താവോ അല്ലെങ്കിൽ പിതാവോ അല്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീക്ക് ഇരിക്കാൻ ഒരിക്കലും അനുവാദം കൊടുക്കാത്ത ഒരു സന്ദർഭത്തിൽ ഈ ഫത്വ കൊണ്ട് അവർക്ക് കൂട്ടത്തിലിരിക്കാം. Okay, the rationale behind the fatwa is that breastfeeding creates a bond of kinship between the man and a woman. ഇതിൻ്റെ പുറകിലുള്ള ചിന്തയെന്ന് പറയുന്നത് മുലബന്ധത്തിലൂടെ ഒരു സ്ത്രീയും പുരുഷനും ആയിട്ടുള്ള ഒരു മഹറം ബന്ധം സ്ഥാപിക്കുക, കിൻഷിപ്പ് സ്ഥാപിക്കുകയാണ്. Okay, between a man and a woman, rendering the man her mahram, thus making it acceptable for them to be together in seclusion. ആ സ്ത്രീയെ മഹറമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുരുഷന് അവളുടെ കൂട്ടത്തിൽ തനിച്ചിരിക്കാം. ദ ഫത്വ ക്രിയേറ്റഡ് എ സ്റ്റിർ ഇൻ സൗദി അറേബ്യ. സൗദി അറേബ്യയിലുള്ള സ്ത്രീകളെല്ലാം ഇളകി, അവിടെ ഭയങ്കര പ്രശ്നമായി. Saudi Arabia and in the Arab media at large aroused a wave of criticism from clerics and columnists alike. ഭയങ്കര ക്രിറ്റിസിസം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരുടെ ഇടയിലും ഈ ന്യൂസ് പേപ്പറിലൊക്കെ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ കോളംസ് എഴുതുന്നവരുടെ ഇടയിൽ. ക്ലറിക്സ് ക്ലെയിംഡ് ദാറ്റ് ബ്രസ്റ്റ് ഫീഡിംഗ് കുഡ് നോട്ട് ക്രിയേറ്റ് എ ബോണ്ട് ഓഫ് കിൻഷിപ്പ് ബിറ്റ്വീൻ ഫീമെയിൽ ആൻഡ് ആൻ അൺറിലേറ്റഡ് മെയിൽ ഓവർ 2 years of age. ചില ക്ലറിക്സിന്റെ അഭിപ്രായത്തിൽ ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ട് ഈ ബന്ധം സ്ഥാപിക്കാൻ പറ്റത്തില്ല. ആ സ്ത്രീയും ഈ പയ്യനുമായിട്ട്, ഈ പയ്യൻ 2 വയസ്സിന് താഴെ അല്ലെങ്കിൽ, ഓക്കെ, 2 വയസ്സിന് മേളിലുള്ള അൺറിലേറ്റഡ് മെയിൽ ഓവർ ദ 2 years, 2 വയസ്സിൽ കൂടുതലുള്ള പയ്യനാണെങ്കിൽ ബന്ധം സ്ഥാപിക്കാൻ പറ്റത്തില്ല, അതിൽ താഴെ ആയിരിക്കണം. And some claim that the fatwa contradict the Sharia. ചിലർ പറയുന്നത് ഫത്വ ഷറിയക്കെതിരെയാണ്. ശരിക്കും പറഞ്ഞ ഷറിയക്കെതിരെയല്ല, അതിനുള്ള തെളിവ് നമ്മുടെ കയ്യിലുണ്ട് ഹദീസിൽ. കോളംനിസ്റ്റ് ആർഗ്യൂഡ് that such grotesque fatwas are insulting to women. ചില കോളംനിസ്റ്റ് പറയുന്നത് ഇങ്ങനത്തെ ഫത്വകളൊക്കെ സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ്. ഇസ്ലാം പിന്നെ സ്ത്രീകളെ ആക്ഷേപിക്കല്ലാതെ പിന്നെ എന്താ തേങ്ങയാ ചെയ്തേ? ഇസ്ലാമിൽ പിന്നെ എന്തുവാ ഉള്ളേ? സ്ത്രീകളെ ആക്ഷേപണമാണ് ഇസ്ലാമിനകത്ത് മുഴുവനും ഉള്ളത്. ഇത് പുതിയ സംഭവം വല്ലതും ആണോ? Columnists argue that such grotesque
fatwas are insulting to women and also tarnish the Muslim image. മുസൽമാന്റെ ഇമേജിനെ അത് എന്തോ ഒരു ഒരു വൃത്തികെട്ട രീതിയിലാക്കും, ടാർണിഷ് ചെയ്യും, അതിന് ക്ഷതമുണ്ടാക്കും എന്നാണ് ചിലരുടെ അഭിപ്രായം. ഇനി എന്താ ക്ഷതം ഉണ്ടാക്കാനാ? നിക്ക മുത്ത, മുലകുടി ബന്ധം, എന്തൊക്കെ വൃത്തികേട് ഇതിനകത്തില്ല. ശവഭോഗം, ശിശുഭോഗം, മൃഗഭോഗം, എന്തൊക്കെയാ ഇതിനകത്തില്ലാത്ത. One columnist pointed to a paradox, namely that the fear of gender missing is prompting clerics to encourage lewd behaviors like women breastfeeding growing men. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. താഴെ അടുത്തതും പറയുന്നുണ്ട്, അൽ ഒബിഖാൻ അഡൽട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് പെർമിസിബിൾ ടു 2 സ്പെസിഫിക് കേസസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഹദീസും കാര്യങ്ങളും ഒക്കെ താഴോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സ്ത്രീകളെ ഇതുപോലെ അപമാനിക്കുന്ന ഒരു മതം ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് ഇതുപോലെ അപമാനിക്കുന്ന ഇസ്ലാം മതം അല്ലാതെ വേറൊരൊറ്റ മതം ഉണ്ടാവില്ല. ഒരു സ്ത്രീകൾ ശരിക്കും പറഞ്ഞൊരു സെക്സ് ടോയോ അതിനേക്കാളും താഴെ. ഞാൻ ഒരു മുസ്ലിമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാട്ടിലുള്ളതാണ്, ഒരു 2013 പുള്ളി, ഞാനൊരു ഹിന്ദു ഫ്രണ്ടോട് സംസാരിച്ചപ്പോൾ ഇവൻ സംസാരിക്കുകയാണ്, സ്ത്രീകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീപ്രൊഡക്ഷൻ, അതാണ് അവർക്ക്. അപ്പം അല്ലാതെ അവർക്ക് അവർ വേറൊരു ഹ്യൂമൻ ബീയിങ് ആണ്, അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളായിട്ട് ഈക്വലാണ്, ഒരു ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ട്, ഇതൊന്നും അവൻ കൺസിഡർ ചെയ്യുന്നില്ല. അവൻ സംസാരിക്കുന്നത് ഈ ദൈവം സൃഷ്ടിച്ചേക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു സെക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടോയ് ആയിട്ടാണ് ഇവർ സ്ത്രീകളെ കാണുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് ഇതുപോലുള്ള ഒരു ആയത്തിറക്കുമ്പോൾ മുഹമ്മദ് വിചാരിക്കുന്നുണ്ടോ അവിടെയുള്ള സ്ത്രീകളുടെ ഒരു മാനത്തിൻ്റെ ഒരു വിലയൊക്കെ ഇവൻ ആലോചിക്കുന്നുണ്ടോ? അതുമാത്രമല്ല, ഖുറാനിൽ ഞാൻ ഈ സ്ത്രീകളെന്നും പറഞ്ഞുകൊണ്ട് ഹെഡിങ് ഇട്ടിട്ട് ഞാനിങ്ങനെ കുറേ ഈ സ്ത്രീവിരുദ്ധത കോപ്പി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അപമാനിക്കുക. എന്നിട്ട് ഇവരെന്തെന്നാ പറയണതെന്ന് അറിയാമോ? ഇത്രയും വൃത്തികേടൊക്കെ എഴുതി വെച്ചിട്ട് ഇവരിവിടുന്ന് ന്യായീകരിക്കുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. മനസ്സിലായോ? ഇന്നാളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൗദി അറേബ്യയിൽ ഡ്രൈവിങ്ങിന് തന്നെ അലോ ചെയ്തത്. എൻ്റെ വൈഫിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നൊരു പുള്ളിക്കാരി ഇതുപോലെ റെഫ്യൂജി സ്റ്റാറ്റസിൽ വന്നതാണ് ഇവിടെ. അപ്പോൾ പുള്ളിക്കാരി സൈക്കിളൊക്കെ ചവിട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിക്കാരി പറയാം, എൻ്റെ കൺട്രിയിൽ ഇത് അലോ ചെയ്യില്ല എന്ന്. മനസ്സിലായോ? അവർക്ക് ഭയങ്കര ഒരു താല്പര്യം പോലെയാണ് പറയുന്നത്. കാരണം എൻ്റെ കൺട്രിയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ സൈക്കിൾ ചവിട്ടാനോ ഉള്ള ഒരു പെർമിഷൻ സ്ത്രീകൾക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാണ് സ്ത്രീക്ക് ഇസ്ലാം കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, ഈ സ്ത്രീകൾ എന്തിനാണ് ഇസ്ലാമിൽ നിന്നിട്ട് ഈ മതത്തിന് വേണ്ടി വാദിക്കുന്നത്? കാരണം പുരുഷന്മാരിപ്പോൾ ഈ നിസു അങ്ങനെയുള്ള കോഴികളൊക്കെ പോലെ അവരൊക്കെ കാണിക്കുന്നതൊക്കെ മനസ്സിലാക്കാം. ഈ ഷാ ഇപ്പം കയറി വന്നു ഷാ, കാരണം അവർക്ക് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഹൂറി, മദ്യപ്പുഴ ഇതെല്ലാം ഉണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് എന്താ ഉള്ളത്? ഈ അക്ബർ തന്നെ പണ്ടൊരു പ്രാവശ്യം പറഞ്ഞല്ലേ, ഈ ഹൂറികളുടെ നേതാവാക്കുമെന്ന്, 72 ഹൂറികളുടെ നേതാവാക്കുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭർത്താവ് 72 പേരായിട്ട് വ്യഭിചരിച്ച് കിടക്കുന്നത് സൂപ്പർവൈസ് ചെയ്യാനായിട്ടാണോ ഭാര്യ കേൾക്കണേ? എന്തൊരു വൃത്തികേടാണത്. ഈ ഒരു മതത്തിൽ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇപ്പോഴും കടിച്ചു പിടിച്ച് നിൽക്കണേന്നുള്ളത്. അതിലും വലിയ കോമഡി, ഇവർ ഉമ്മമാരെ പോലും അവിടെ ഹൂറിയായിട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. സ്വാഭാവികം. ഷിയാക്കളുടെ വിശ്വാസത്തിൽ ഫാത്തിമ ഒരു ഹൂറിയായിരിക്കുമെന്ന. ഫാത്തിമ പോലും ഒരു ഉർബൻ അത്രാബ. ഈ ഉർബൻ അത്രാബ എന്ന് പറയുന്ന അത്രാബ അല്ലെങ്കിൽ ഷീ ഈസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഷീ ഈസ് എ സെക്ഷുവൽ പ്രൊഡക്റ്റ്, ഹൂറി എന്നുള്ള അത്. ഫാത്തിമ പോലും, മുഹമ്മദിൻ്റെ മകളായിരിക്കുന്ന ഫാത്തിമ പോലും അള്ളാഹുവിൻ്റെ വ്യഭിചാരശാലയിൽ ഒരു ഹൂറിയായിരിക്കും എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച്. ആരുടെ ഹൂറിയ? മുഹമ്മദിന്റെ ഹൂറിയാണോ? മുഹമ്മദിനും അലിക്കും മാറി മാറിയായിരിക്കും, പറയാൻ പറ്റത്തില്ല. അബൂബക്കറിനും വേണമെങ്കിൽ, അവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഓൾറെഡി ഹൂറിയായിരുന്നല്ലോ ഫാത്തിമ മുഹമ്മദിന്റെ. ഈ ഒരു പരിപാടി നടത്തുന്നുണ്ടല്ലോ മുഹമ്മദ്, ചുണ്ട് നക്കുകയും മുലകൾക്കിടയിൽ കൈവെക്കുകയും തല വെക്കുകയും ഒക്കെ പരിപാടി ഉണ്ടായിരുന്നല്ലോ മുഹമ്മദ്. അതിനേക്കാൾ വലിയ ഇതല്ല ബ്രദറെ, ഈ ആയിഷ പോലും ഈ ഫാത്തിമിനേക്കാൾ ചെറുപ്പ് വരുന്നൊന്ന് ഓർക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. ഏകദേശം മേ ബി ചെറിയൊരു ഏജിന്റെ വ്യത്യാസം. എന്തായാലും ആയിഷ പ്രായക്കുറവായിരുന്നല്ലോ ഈ ഫാത്തിമിനേക്കാളും. ഒന്ന് ആലോചിക്കുക, ആയിഷയുടെ മുമ്പിൽ വെച്ചല്ലേ ഈ വൃത്തിയുടെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. 3 വയസ്സ് കുറവാ സഹോദരൻ. ഈ ആയിഷയുടെ മുമ്പിൽ വെച്ചാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് സ്വന്തം മകളുടെ.
ഇയാൾ ശരിക്കും പറഞ്ഞൊരു മനുഷ്യനാണെന്ന് തന്നെ പറയാനായിട്ട് ശരിക്കും മനുഷ്യർക്ക് നാണക്കേടാണ്. പക്ഷേ എനിക്കറിയില്ല മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇയാളെ ഇങ്ങനെ ഇതുപോലെ പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കണത്. ഈ വൃത്തികെട്ട മനുഷ്യനാണ്. ലോകത്ത് ഇതുപോലെ അക്രമങ്ങൾ ഇന്നും നടക്കുന്നതിൽ നല്ലൊരു ശതമാനം ഈ ഒരു വൃത്തികെട്ട മതം കാരണമാണ്. ഇത് നിങ്ങളെ ഈ ലിങ്ക് നിങ്ങൾ വായിച്ചു നോക്കണേ. ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ലിങ്ക്. ഷിയാക്കളുടെ പ്രവർത്തികൾ അതിനകത്ത് ഡീറ്റെയിൽ പറഞ്ഞിട്ട് എഴുതുന്ന ആൾ തന്നെ പറയുന്നുണ്ട് സുന്നികൾക്കും ഇതാകാം എന്നുള്ള രീതിയിൽ. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഡിറൈവിങ് സെക്ഷൽ പ്ലഷേഴ്സ് ഫ്രം ഇൻഫൻറ്റ്സ്. ഇൻഫൻറ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ, കൊച്ചു കുഞ്ഞുങ്ങൾ. ഓക്കെ, അതിൻ്റെ ഞങ്ങൾ ആ താഴോട്ടുള്ള ഭാഗം നിങ്ങൾ നോക്കണം. അവിടെ പറയുന്നത് എന്താണെന്നേ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എനിവേ, കമ്മിങ് ടു ദി ആക്ച്വൽ ഇഷ്യൂ, ഹിയർ ആർ ദ റൂളിങ്സ് ഓഫ് ദ സ്കോളേഴ്സ്, ദി അയത്തുള്ളാസ്, അബൌട്ട് ദിസ് ടോപ്പിക്. അയത്തുള്ളാസിൻ്റെ റൂളിംഗ് എന്താണ് ഈ വിഷയത്തിൽ, കൊച്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന വിഷയത്തിൽ. The most prominent Shiite scholar in the world today is Ayatollah Sistani. സിസ്താനിയാണ് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇസ്ലാമിക സ്കോളർ ആയിരിക്കുന്നത്. സിസ്താനിയുടെ കുറേ പുസ്തകങ്ങളും ഉണ്ട്. Who resides in Najaf. This is what he has to say about this issue in his book മിൻഹാജ് അൽ സാലിഹീൻ. മുൻഹാജ് അൽ സാലിഹീനകത്ത് സിസ്താനി പറയുന്നത് ഇങ്ങനെയാണ്: It is not permissible to have sexual intercourse before she reaches 9 years in age. ഓക്കെ, ഒരാൾ അവൻ്റെ ഭാര്യയായിരിക്കുന്നവളുടെ കൂട്ടത്തിൽ ലൈംഗിക ബന്ധം സ്ഥാപിക്കാൻ 9 വയസ്സ് തികയാത്തട സമയം വരെ അവളുമായിട്ട് ലൈംഗിക ബന്ധം സ്ഥാപിക്കാൻ, പെനിട്രേഷൻ ചെയ്യാൻ അനുവാദമില്ല. ഓക്കെ, നല്ല കാര്യമാണല്ലോ, 9 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യാം. മുഹമ്മദ് അത് ചെയ്തിട്ടുണ്ടല്ലോ. ഏതാണ്ട് ഗ്രേസ് കൊടുക്കുന്ന പോലെ ഇവന്മാർ പറയുന്നേ. ബി ഇറ്റ് ഇൻ നിക്കാഹ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് മാരേജ് ആണെങ്കിലും, ബി ഇറ്റ് ഇൻ നിക്കാഹ് ഓർ മുത്താഹ്, ടെമ്പററി. ആസ് ഫോർ ഓൾ അതർ പ്ലഷേഴ്സ് സച്ച് ആസ് ലസ്റ്റ്ഫുൾ ടച്ച്, കിസ്സിങ്, എംബ്രേസിങ് ആൻഡ് തൈയിങ്, ബ്രാക്കറ്റിനകത്ത് റബ്ബിങ് ഡാഷ് ബിറ്റ്വീൻ ദ തൈസ്. പറയുന്നത് എന്താണ്? എന്തൊക്കെ ചെയ്യാം? ടച്ച് ചെയ്യാം, ലസ്റ്റ്ഫുൾ ആയിട്ട് ടച്ച് ചെയ്യാം, ആസക്തിയോടെ കാമത്തോടെ തൊടാം, ഉമ്മ വെക്കാം, ആലിംഗനം ചെയ്യാം, തുടയിൽ ഉപയോഗിക്കാം, തയ്യിങ് ചെയ്യാം. പിന്നെ ബ്രാക്കറ്റിനകത്ത് എങ്ങനെയാണ് തയ്യിങ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും there is no problem in it, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. That is, there is no problem in deriving such pleasure from one's wife before she reached the age of 9 years. എന്ന് പറഞ്ഞാൽ ഒരുവന് ഒരു പ്രശ്നവും ഇല്ല, അവൻ്റെ ഭാര്യ 9 വയസ്സ് തികയുന്നതിന് മുൻപേ അവൻ്റെ ഭാര്യയുമായിട്ട്, ഈ കൊച്ചു കുഞ്ഞുമായിട്ട് അവന് ഈ ലൈംഗിക സുഖം പ്രാപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് സിസ്താനി പറയുന്നത്. ഓക്കെ, ഇനിയും ഇവരുടെ വേറെ ഒരു ഏറ്റവും പ്രോമിനൻ്റ് ലീഡറാണ് ആയത്തുള്ള റൂഹുള്ള ഖൊമേനി. ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ സമയത്താണ് ഇറാൻ്റെ സ്ഥാപനം ഉണ്ടായത്. ഇറാൻ ഇത്രയും നല്ലതുപോലെ ഇരുന്ന, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ യൂറോപ്പ് എന്നറിയപ്പെടുന്ന ആ സമയത്ത് 1970s കാലഘട്ടങ്ങളിൽ, ആ സമയം കഴിഞ്ഞിട്ട് 1780s ഐ തിങ്ക്, ആഫ്റ്റർ ദാറ്റ് ഈ വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇറാനെ ഷിയ ഇസ്ലാമിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്ന്, ഇസ്ലാമിക് റൂളിന് അടിയിലേക്ക് കൊണ്ടുവന്ന്. പുള്ളി എന്താ പറയുന്നത് നോക്കാം. Another extremely important Shiite leader from the 20th century was Ayatollah Ruhollah Khomeini. You might be familiar with him due to his prominence in the late 20th century. ഇദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം അദ്ദേഹത്തിൻ്റെ ആ ഇമ്പോർട്ടൻസ് 20ാമത്തെ നൂറ്റാണ്ടിലുണ്ട്. Especially due to him being the founder of the current Islamic Republic of Islam. അദ്ദേഹമാണ് ഇറാൻ്റെ ഫൗണ്ടർ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇസ്ലാമിൻ്റെ ഫൗണ്ടറാണ് അദ്ദേഹം. He also repeats the same ruling as above in his book. അദ്ദേഹവും ഈ സെയിം റൂളിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം തഹ്രീർ അൽ വസീലയ്ക്കകത്ത് പറയുന്നത്. അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്തോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നിങ്ങളെ ഷിയ ലൈബ്രറിയിലോട്ട് കൊണ്ടുപോകും. എക്സലൻറ്റ് ലൈബ്രറിയാണ്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എങ്ങനെ സെർച്ച് ചെയ്യുന്നതെന്ന് പറയാം. ഏതെങ്കിലും ഒരു വിഷയം ടോപ്പിക് എടുക്കും, അത് നേരെ ഞാൻ ഇംഗ്ലീഷിനകത്ത് ടൈപ്പ് ചെയ്യും, അതിൻ്റെ അറബിക്കിനകത്ത് വേർഡ് എടുക്കും, സെർച്ചിനകത്തോട്ടിടും,
അതിനകത്തെ സാധനങ്ങളെല്ലാം കിട്ടും. നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ റിസർച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇദ്ദേഹം എന്താ പറയുന്നത് നോക്കാം. അയത്തുള്ള റൂഹുല്ല ഖുമൈനി അദ്ദേഹത്തിന്റെ പുസ്തകം തഹരീർ അൽ വസീലയ്ക്കകത്ത് പറയുന്നത്, വോള്യൂം 2 പേജ് നമ്പർ 343, Issue 12. It is not permissible to have intercourse with one's wife before she reached 9 years of age. 9 വയസ്സാകുന്നതിന് മുൻപേ ഒരാൾക്ക് അവന്റെ ഭാര്യയുമായിട്ട് പെനിട്രേഷൻ ചെയ്യുവാൻ അനുവാദമില്ല. ബീറ്റ് നിക്ക ഓർ മുത്ത നിക്ക. നിക്കായ ആണെങ്കിലും നോർമൽ നിക്കായ ആണെങ്കിലും മുത്ത നിക്ക 3 ദിവസത്തെ 4 ദിവസത്തെ നിക്കായ ആണെങ്കിൽ പോലും അവർക്ക് പെനിട്രേഷൻ ചെയ്യുവാൻ അനുവാദമില്ല. അപ്പൊ എന്ത് ചെയ്യാം? കൊച്ചു കുഞ്ഞുമായിട്ടും നിക്കാമുത്ത ചെയ്യാം 3 ദിവസത്തേക്കിന് 4 ദിവസത്തേക്കിന്. ഒരു കണ്ടീഷനേ ഉള്ളൂ, കൊച്ചു കുഞ്ഞ് ജനിച്ചു വീണ കുഞ്ഞാണെങ്കിൽ പോലും പെനിട്രേഷൻ ചെയ്യരുത്, ബാക്കിയെല്ലാം ചെയ്യാമെന്ന് താഴെ പറയുന്നു. ആസ് ഫോർ ഓൾ അതർ പ്ലഷേഴ്സ് സച്ച് ആസ് ലസ്റ്റ്ഫുൾ ടച്ച്, എംബ്രേസിംഗ്, ടൈയിങ്, റബ്ബിംഗ് ഡാഷ് ബിറ്റ്വീൻ ദ തൈസ്, ദർ ഈസ് നോ പ്രോബ്ലം ഇൻ ഇറ്റ്. സെയിം മേളിൽ പറഞ്ഞ ആള് പറയുന്ന സെയിം രീതിയിൽ ഇദ്ദേഹം പറയുന്നു. പക്ഷെ ഇദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടി പറയുന്നുണ്ട്. റെഡ് ലൈനിൽ നിങ്ങൾക്ക് കാണാം, ഈവൻ ഇഫ് ഷീ ഈസ് എ സക്ലിംഗ് ബേബി. അവള് ഒരു പാല് കുടിക്കുന്ന കൊച്ചാണെങ്കിൽ പോലും. എങ്ങനുണ്ട്? ഇതാണ് ഇസ്ലാം. ഇതാണ് മുഹമ്മദ് പഠിപ്പിച്ച സൂറ 65:4. നിങ്ങളുടെ സ്ത്രീകളിൽ ആർത്തവം നിലച്ചിട്ടുള്ളവരുടെ ഇദ്ദയുടെ വിഷയത്തിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ അവരുടെ ഇദ്ദാകാലം 3 മാസമാകുന്നു. ആർത്തവം വരാത്തവരുടെയും അതുപോലെ തന്നെ. ആർത്തവം വരാത്തവരാരാ? ഈ കുഞ്ഞുങ്ങൾ. ഇനിയും താഴോട്ട് പറയുന്നത്, some other prominent Shiite scholars who have given the same ruling regarding deriving sexual pleasures for babies are following. ചില വേറെ ഷിയ സ്കോളേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. അവരും ഈ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ലൈംഗിക സുഖം പ്രാപിക്കുന്നതിന്റെ വിഷയത്തിൽ ചില മറ്റ് സ്കോളേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യവും താരെ പറയുന്നുണ്ട്. ആരൊക്കെയാണ് സ്കോളേഴ്സ്? ആയത്തുള്ള ഖോയ്, അദ്ദേഹം ദ ടീച്ചർ ഓഫ് ദി ആയത്തുള്ള സിസ്താനി. ആയത്തുള്ള ഖോയ എന്ന് പറയുന്നത് ടീച്ചർ ഓഫ് ആയത്തുള്ള സിസ്താനി. ആയത്തുള്ള സിസ്താനിയുടെ ടീച്ചറും ഇത് തന്നെ പറയുന്നു. മെൻഷൻസ് അബൌവ് ദി ഹെഡ് ഓഫ് ദി ഹവാസ് ഇൻ നജഫ് till his death in his book al mabani fi sharh urwa al waqta. അപ്പൊ ആയത്തുള്ള ഖോയ ഇത് പറയുന്നു. ആയത്തുള്ള മുഹമ്മദ് കാസിം തബാക്തക് യസീദ് ഇത് പറയുന്നു. ആയത്തുള്ള മുഹമ്മദ് ഫൈസിൽ ലഖാനി ഇത് പറയുന്നു. ആയത്തുള്ള സയ്യിദ് മുഹമ്മദ് സാദിഖ് റുഹാനി ഇത് പറയുന്നു. ആയത്തുള്ള മുഹസിൻ അൽ ഹക്കീം ഇത് തന്നെ പറയുന്നു. എങ്ങനെയുണ്ട്? ഇനിയും സുന്നികൾക്ക് അയ്യോ ഇത് ഷിയാക്കൾ പറയുന്ന കാര്യമാണ്, ഇത് ഞങ്ങളെ ബാധകമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്തുവാ? ഖുറാന്റെ ആയത്ത് അവിടെ കിടക്കുന്നു. ഖുറാന്റെ ആയത്തിൽ വളരെ വ്യക്തമായി ആർത്തവം വരാത്തവരുടെയും ഇദ്ദാകാലം 3 മാസമാണ്. നെക്സ്റ്റ് നിക്കാഹിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് പീരീഡ് 3 മാസമാണ് എന്ന് ഖുറാൻ പറയുന്നത് കൊണ്ട് അവർക്ക് എതിരഭിപ്രായം പറയുവാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ കള്ളപ്രവാചകനായ മുഹമ്മദ് അവർക്ക് മാതൃകയായി മുൻപിൽ നിൽക്കുന്നു. മുഹമ്മദ് ആയിഷയെ പ്യൂബർട്ടി എത്താത്ത സമയത്ത്, ആയിഷ ആർത്തവം വരാത്ത ഒരു സ്റ്റേജിൽ 9 വയസ്സിലായിരിക്കുമ്പോൾ തന്നെ ആയിഷ പാവകളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാവകൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്ലാമിനകത്ത് പാവകൾ വെക്കുവാനുള്ള അനുവാദമില്ല. 3D ഫേസ് ഉള്ള ഏത് ഇമേജും ഇസ്ലാമിൽ വെക്കുവാൻ, വീട്ടിൽ വെക്കുവാനോ കടയിൽ വെക്കുവാനോ അനുവാദമില്ല. ഇമേജസ് വെക്കുവാൻ അനുവാദമില്ല. പാവകൾ വെക്കുവാൻ അനുവാദമില്ല. അതുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ കയറിയപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ള കടകളിൽ, ഈ തുണിക്കടകളുടെ എല്ലാം മുൻപിലുണ്ടായിരുന്ന ഈ ബൊമ്മകളുടെ തലകൾ അവർ അറുത്ത് മാറ്റിയത്. അപ്പം പാവകൾ വെക്കുവാൻ അനുവാദമില്ല. പക്ഷേ ഹദീസുകൾ പറയുന്നതനുസരിച്ച് ആയിഷയ്ക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ആയിഷ പാവകളുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മുഹമ്മദ് ആയിഷയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയത്. ആ സമയത്ത് ആയിഷയ്ക്ക് 9 വയസ്സായിരുന്നു. അതുകൊണ്ട് ആ പാവകൾ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ആയിഷയ്ക്ക് 14 വയസ്സായപ്പോഴാണ് ആയിഷ പാവകളുമായി കളി നിർത്തിയത്. അത് കഴിഞ്ഞിട്ട്
ആയിഷ പിന്നെ പാവകളല്ല, പിന്നെ ആയിഷ വേറെ രീതിയിലാണ് കാര്യങ്ങളെ മുന്നിലോട്ട് നീക്കിയത്. അപ്പം ഇതാണ് ഇവരുടെ ഈ വൃത്തികേട്. ഇത്രയും മ്ലേച്ഛ, ഇത്രയും അധപ്പതിച്ച ഒരു വിശ്വാസം ഇസ്ലാം അല്ലാതെ വേറെ ഒരു വിശ്വാസവും ഇല്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി പറയേണ്ട അവസ്ഥ വരുന്നത്. നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഒരു ഒരു എന്താ പറയുക, ഒരു സാമൂഹ്യ സേവനമാണ്. ഇതൊന്നും സ്ത്രീകൾക്കറിയത്തില്ല. അവരുടെ കുഞ്ഞുങ്ങളെയും അവരെയും ലൈംഗികമായി മുസ്ലിം ഉസ്താദന്മാര് എന്തിനാണ് പീഡിപ്പിക്കുന്നത്, എന്തിനാണ് ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ലൈംഗികമായി ഉസ്താദന്മാർ പീഡിപ്പിക്കുന്നതിൻ്റെ പുറകിലത്തെ റീസൺ അവർക്കറിയത്തില്ല. നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ തലച്ചോറിനകത്തോട്ട് ഇത് കയറിക്കഴിയുമ്പോൾ അവർ ഇസ്ലാം വിടണം. നമ്മൾ ഈ ചെയ്യുന്നത് ഒരു സാമൂഹിക പ്രവർത്തനമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. വൃത്തികേടാണ്, പക്ഷെ പറയാതെ ഒരു നിവൃത്തിയുമില്ല. ഇതാണ് ഇസ്ലാമിന്റെ സത്യം. ഒരു കാര്യം മനസ്സിലായി, ആയത്തുള്ള കൊമേഡിമാര് കഴപ്പന്മാരാന്ന് മനസ്സിലായി. മുഹമ്മദിന്റെ ബ്രദറെ റിയൽ ഇത് തന്നെയല്ലേ ഫോളോവേഴ്സ് ബ്രദറെ ഇതുപോലെ തന്നെയല്ലേ ഇസ്രായേലിൽ നിന്ന് ഒരു 5 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ പിടിച്ചിട്ട് അതിന്റെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ, കേൾക്കാമോ? ശവം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ ഈ അതിന്റെ പിന്നെ സീമൻ ഉം, ഉണ്ടായിരുന്നു. ആ അതുപോലെ അതിന്റെ പിന്നെ 2 അവയവങ്ങള് മൂലവും പൂരോടവും ഒന്നായ അവസ്ഥ കുത്തി കീറി. അപ്പൊ ഇവന്മാര് ഏത് തരം ഇവരുടെ ഈ നിയമം നിൽക്കുന്നത് കൊണ്ട് അവർക്കൊരു വിഷയമേ ഇല്ല. എന്തും കാണിക്കും അവര്. ക്രൂരതയുടെ, ലോകത്തിലെ ക്രൂരതയുടെ ആൾമുഖങ്ങളാണ് ഇവര്. മനസ്സിലായോ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി പറയേണ്ട അവസ്ഥ ഇതുകൊണ്ടാണ് വരുന്നത്. കാരണം നാളെ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം മെജോറിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ, ഓൾറെഡി ഇപ്പോൾ ജനസംഖ്യാപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പെറ്റുകൂട്ടുകയാണ്. ഓൾറെഡി നമ്പേഴ്സ് ആർ വെരി ഹൈ. ഇസ്ലാം മെജോറിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി എന്തുവാ കുറേ കൂട്ടത്തിൽ പാട്ടും തുള്ളുന്ന കുറേ എണ്ണം ഉണ്ട്. ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ഒരു കാര്യം അറിയാത്തവന്മാർ, അവന്മാരുടെ കൈയും കാലും ഇവന്മാർ നക്കി തുടച്ചാണെങ്കിൽ പോലും, പൈസ കൊടുത്താണെങ്കിൽ പോലും, ഇവന്മാർ മെജോറിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ, നമ്പേഴ്സിൽ കൂടിക്കഴിഞ്ഞാൽ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. മറ്റേ അസ്ത്രം ഗഫൂർ ടി വിയിൽ വെച്ച് ഒരു പ്രാവശ്യം ഒരു ന്യൂസ് ചാനലിൽ ഇങ്ങനെ സംസാരിച്ചായിരുന്നല്ലോ, പോലീസിനെ എങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ. അപ്പം ഇവന്മാർ ഇതൊക്കെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. മനസ്സിലായോ? ഇവരൊക്കെ ഇത് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. ഇവരെപ്പോഴും ഒരു പ്രിക്കോഷനോട് കൂടി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവർക്ക് ഇങ്ങനത്തെ ഇവരുടെ മതഗ്രന്ഥം തലയിലേറ്റിക്കൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ്. മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളും മുഹമ്മദിൻ്റെ നബിചര്യം കഴിഞ്ഞിട്ടേ ഇവർക്ക് ഈ ലോകത്ത് എന്തുള്ളൂ. അത് ആരായിക്കോട്ടെ. അപ്പോൾ അതിൽ യാതൊരു സംശയമില്ല. ഈ പറഞ്ഞ ഈ വൃത്തികേട്, ഈ കുഞ്ഞു പിള്ളേരെ ഇതുപോലെ റേപ്പും ചെയ്തു. നമ്മളെല്ലാവരും കണ്ടാണ് ഒരു 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 പെണ്ണിനെ ഫുൾ നേക്കഡായിട്ട് കൈയും കാലും പിടിച്ച് ഒരു പിക്കപ്പിൻ്റെ ട്രക്കിലിട്ട് പാലസ്തീനികൾ അള്ളാഹു അക്ബർ എന്നും വിളിച്ചുകൊണ്ട് കൊണ്ടുപോയത് നമ്മൾ കണ്ടായിരുന്നു. ആ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഈ ഐക്യദാർഢ്യം നടത്തിയത്. അതിൻ്റെ നേതാവിനെ വിളിച്ചിട്ടാണ് അവിടെ ഒരു ഒരു എന്താണ് ഒരു സമ്മേളനം അവർ അറേഞ്ച് ചെയ്തത്. ഈ ക്ലബ് ഹൗസിൽ കിടന്ന് ന്യായീകരിക്കുന്ന പാലസ്തീനികൾ പോരാളികൾ എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാരും ഈ പറയുന്ന ഈ വൃത്തികേടിനെ ന്യായീകരിക്കുന്നവന്മാരാണ്. അവർ ചെയ്തത് ശരിയാണെന്ന് പറയുന്നവന്മാരാണ്. ഈ മാതിരി വൃത്തികേട് കാണിച്ചിട്ടും ഒരു ഉളുപ്പില്ലാതെ അതെല്ലാം ശരിയാണെന്ന് സമ്മതിക്കുന്ന ആൾക്കാർ. ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിക്കും ഇതുപോലുള്ള വൃത്തികേട് കാണിച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട്? മനസ്സിലായോ? അവൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഇവർക്ക് ഒരു ദ്രോഹവും ചെയ്യാത്ത ആൾക്കാർ, അവരെ കൊന്നത് നന്നായി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ നമ്മുടെ ഈ കേരളത്തിലുള്ള മുസ്ലിംസ്. കേരളത്തിൽ മാത്രമല്ല, വേൾഡ് വൈഡ്. ഇപ്പം ഏതായാലും ഗാസയ്ക്ക് എല്ലാം ശരിക്കും ഷെയവായി കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല.
എന്ന് വരെ ഒരു മുസൽമാൻ അവൻ മുർത്തതാകുന്നില്ല, അവൻ ഇസ്ലാം അവൻ്റെ തലച്ചോറിനകത്തുനിന്ന് അവൻ വിട്ടുമാറുന്നില്ല, അന്ന് വരെ ഹീ ഈസ് എ പ്രോബബിൾ കാൻഡിഡേറ്റ് ഫോർ ദ നെക്സ്റ്റ് അറ്റാക്ക്. ഏത് സമയത്തും അവൻ്റെ തലച്ചോറിനകത്തോട്ട് ഇസ്ലാമിൻ്റെ ദീനും അള്ളാഹുവിൻ്റെ കാര്യവും മുഹമ്മദ് നബിക്ക് വേണ്ടി നമുക്ക് ജീവൻ വേറെ കൊടുക്കാൻ അനുവാദമുണ്ട് എന്നുള്ള കാര്യം പഠിപ്പിച്ച് ഒരു 3 മാസത്തെയോ 6 മാസത്തെയോ ക്രാഷ് കോഴ്സ് ഈ ഉസ്താദന്മാരെടുത്തു കഴിഞ്ഞാൽ ഹീ കുഡ് ബി എ പ്രോബബിൾ ടാർഗറ്റ് ടു ബിക്കം എ ടെററിസ്റ്റ്. ഒരു തീവ്രവാദിയാകാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ടാർഗറ്റാണ് അവൻ. ഒരിക്കലും ഒരു സംശയവും വേണ്ട. എത്ര ഇവന്മാര് മതേതരത്വവും നീതിയും ന്യായവും സ്നേഹവും സൗഹാർദ്ദവും എന്ത് പറഞ്ഞെന്നാലും ഒരു 6 മാസത്തെ ഇവന്മാർ സീരിയസ് കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ, അവന്മാർ ശരിയായിട്ടുള്ള ദീൻ അവന് മനസ്സിലായി കഴിഞ്ഞാൽ, ബഹുദൈവ വിശ്വാസികൾ നജസാണ്, ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള കാര്യം അവർ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് എ ഡേഞ്ചർ, ഓൾവേസ്. ഈ ബാസിദ് ആൽവി എന്നും പറഞ്ഞുകൊണ്ട് PFIയുടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നില്ല, അവൻ്റെ ഒരു പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആദ്യം ഈ നമ്മുടെ കേരളത്തിൽ പൊക്കിയത്. അപ്പോൾ അവൻ ആദ്യം ഈ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തൊരുത്തനായിരുന്നു, ഇങ്ങനെ ഈ മതം തലക്കി പിടിക്കാത്തൊരുത്തനായിരുന്നു. അവൻ അത് കഴിഞ്ഞ് PFIയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഭയങ്കര പൊട്ടൻഷ്യലായിട്ട് ഇവൻ്റെ ചിന്തകളൊക്കെ ഭയങ്കര വർഗീയമായി. എന്താണ്, ഇവൻ ശരിക്കും ഒരു പക്കാ തീവ്രവാദിയായി. ഇപ്പോൾ ഇപ്പോൾ 26-24 വയസ്സെങ്ങനെ ഉള്ളൂ. ഇപ്പോൾ PFI പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തിൽ ജയിലിൽ പോയി കിടപ്പുണ്ട്. ഏതായാലും അവൻ ഇനിയുള്ള കാലത്ത് അവിടെ തന്നെ കിടക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അവൻ പഠിക്കണം ഈ മാതിരി വൃത്തികേട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്. അവനെയൊക്കെ PFIയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് അവൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കണുണ്ടോ? PFIയുടെ ബ്രെയിൻ വാഷിങ്ങിന് ശേഷം അവൻ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ ഒരു പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കണം. വളരെ തീവ്രമായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഈ മദനിയുടെ ലെവലിലാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഹാരിസ് മദനി അല്ല, വേറെ അബ്ദുൽ നാസർ മദനി ഉണ്ടല്ലോ, ആ തീവ്രവാദിയുടെ അതേ സ്റ്റൈലിലാണ് അവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് വളരെ സിമ്പിളായിട്ട് ആൾക്കാരെ ഈ മതത്തിലോട്ട് ഇവരുടെ മതത്തിലേക്കുന്ന വളരെ എന്താ പറയുക, വലിയ തീവ്രമല്ലാത്ത ആൾക്കാരെ വളരെ ഈസി ആയിട്ട് ഒരു നല്ല റാഡിക്കൽ മുസ്ലിം എന്നുള്ള ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കാരണം അതിനു വേണ്ടിയുള്ള ആയത്തുകൾ ഖുർആനിലുണ്ട്. ഒരു മനുഷ്യൻ റാഡിക്കൽ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? റാഡിക്കൽ എന്ന് പറഞ്ഞാൽ വചനം വായിച്ച് അവൻ വചനത്തെ ഏറ്റവും അധികം മനസ്സിലാക്കി ആരാണ് യേശു ക്രിസ്തു, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്നുള്ള കാര്യം മനസ്സിലായാൽ അവൻ ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഏത് മനുഷ്യനും അവനൊരു അനുഗ്രഹമായി തീരും. അവൻ്റെ കുടുംബത്തിന് അനുഗ്രഹം, അവൻ്റെ വീട്ടുകാർക്ക് അനുഗ്രഹം, അവൻ്റെ നാട്ടുകാർക്ക് അനുഗ്രഹം, എല്ലാവർക്കും അവനൊരു അനുഗ്രഹമായിരിക്കും. അവനൊരു റാഡിക്കൽ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ പ്രശ്നം, നമ്മൾ റാഡിക്കൽ ക്രിസ്ത്യാനി അല്ല, നമ്മൾ റാഡിക്കൽ ക്രിസ്ത്യൻസ് ആകണം. റാഡിക്കൽ ക്രിസ്ത്യൻസ് ആകണമെങ്കിൽ പൗലോസിനെ പിടിച്ചുകൊണ്ട് പോയി കാരാഗ്രഹത്തിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അഗ്രിപ്പ രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്ന സമയത്ത് പോലും പൗലോസ് അഗ്രിപ്പ രാജാവിന് സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സുവിശേഷം പറഞ്ഞതിന് ശേഷം അഗ്രിപ്പ ഇതെല്ലാം കേട്ടതിന് ശേഷം അഗ്രിപ്പ പറയുന്നൊരു ഭാഗമുണ്ട്. അഗ്രിപ്പ പറയുന്നത്, നീ കുറച്ചു സമയം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുകയാണോ എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നത്, നീ മാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാവരും, ഈ ചങ്ങല ഒഴികെ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നത് പോലെ, ഞാൻ പിന്തുടരുന്ന ഈ മാർഗത്തിൽ നിങ്ങൾ എല്ലാവരും ആയിത്തീരണമെന്ന് അപ്പോസ്തല പ്രവൃത്തി ലാസ്റ്റ് 26-27 ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. പൗലോസിനെ പോലെ നമ്മൾ ഓരോരുത്തരും റാഡിക്കലായിട്ടുള്ള ക്രിസ്ത്യാനികളായി തീരണം. വചനത്തിന് വേണ്ടി, ബൈബിളിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുവാൻ നിൽക്കുവാനുള്ള കൃപയോടെ ഓരോരുത്തരുമായി തീരും. പക്ഷെ ഒരുവൻ റാഡിക്കൽ മുസ്ലിം ആയി തീർന്നാൽ, ഇസ്ലാം അവൻ്റെ തലച്ചോറിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ, അവൻ അള്ളാഹുവിനും മുഹമ്മദിനും വേണ്ടി, അള്ളാഹുവിനല്ല കൂടുതലും മുഹമ്മദിനു വേണ്ടി അവൻ ഏത് മനുഷ്യനെയും, അത് പ്രായപൂർത്തിയോ അതോ ജനിച്ചു വീണ ഒരു കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ കൊല്ലുവാനോ ലൈംഗികമായി ഉപയോഗിക്കുവാനോ എന്ത് വൃത്തികേട് കാണിക്കുവാനും അവൻ റെഡിയായി നിൽക്കും.
ഒരു സംശയവും ആ കാര്യത്തിൽ നിങ്ങൾ കാണണ്ട. എത്ര ഈ വെസ്റ്റിലുള്ള പല മുസ്ലിങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വെസ്റ്റേൺ വേൾഡിലൊക്കെ വന്നിട്ട് ഭയങ്കര സ്നേഹവും സൗഹാർദ്ദവുമാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന കുറേ എണ്ണമുണ്ട്. പക്ഷേ നിങ്ങൾ UK ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് വെസ്റ്റ് എങ്ങനെ ആയിത്തീരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. റാഡിക്കൽ നിലവാരത്തിലാണ് അവർ കാര്യങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അവരാഗ്രഹിക്കുന്നത് ഇസ്ലാമിൻ്റെ ഷറിയ ഞങ്ങൾ UK-യിൽ നിലവിലാക്കും. ഷറിയ പ്രകാരം മുർത്തദാണെങ്കിൽ, ഏതാ അലിദാവ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, അലൻ ബ്രദറിനൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. അലൻ ബ്രദറെ അലിദാവയുടെ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ടോ? അലിദാവ പറഞ്ഞത്, ദീസ് വീക്ക്ലിങ്സ് ഹു ലീവ് ദെയർ ഫെയ്ത്ത് ആൻഡ് ബിക്കം മുർത്തദ്, വി ആർ പ്രൗഡ് ടു കിൽ ദം. The capital punishment will be applied for them. ആ അലീദാവയുടെ നിലവാരത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മുർത്തദിനെ, ഒരു അപ്പോസ്റ്റേറ്റിനെ ഞങ്ങൾ കൊല്ലുമെന്ന് ഓപ്പണായിട്ട് UK-യിൽ വെച്ച് പറഞ്ഞിട്ട് പോലും അവനെ ഇതുവരെ തടവിലാക്കിയിട്ടില്ല. അതാണ് UK ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന നിലവാരം. നാളെ ഇത് UK മാത്രമല്ല, നിങ്ങൾ US-ലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ന്യൂസിലാൻഡിലാണെങ്കിലും യൂറോപ്പിൽ, പോളണ്ട് പോട്ടെ, പോളണ്ട് ഇവന്മാരെ തല്ലി ഓടിക്കുക പട്ടിയെ പോലെ. പക്ഷേ ജർമ്മനി, ഇങ്ങനത്തെ ഭാഗങ്ങളിൽ their numbers are rising. നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ്, ഞാൻ 2-3 ദിവസം കൊണ്ട് when I am facing them in TikTok, I know how radical they are. They are willing to hack you. നമ്മളുടെ അക്കൗണ്ട്സിനകത്ത് കയറി they are willing to hack us. They are willing to give us death threats. നിന്നെ ഞാൻ കൊല്ലും, നിന്റെ വീട്ടിൽ ഞാൻ കയറും, നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊല്ലും എന്നുള്ള ഡെത്ത് ത്രെറ്റ്സ് ഓപ്പണായി തന്നുകൊണ്ടിരിക്കുക അവർ. നമ്മൾ ഈ ഇതിനകത്ത് ക്ലബ് ഹൗസിലൊക്കെ ആയതുകൊണ്ട് ഇത്രയും റാഡിക്കലായിട്ടുള്ളവന്മാർ ഒന്നും ഇവിടെ കയറി വരുന്നില്ല. ടിക്ടോക്കിനകത്ത് ഇവന്മാരുടെ വേട്ടകളിയാണ് നടക്കുന്നത്. വേട്ടകളി, എന്തും ചെയ്യുവാൻ they are ready. അള്ളാഹുവിന് വേണ്ടി തക്ബീർ വിളിച്ചിട്ട് എന്തും ചെയ്യുവാൻ. സ്പെഷ്യലി സൊമാലിയയിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾ, ഓൾമോസ്റ്റ് 98% ഇസ്ലാമിക് മെജോറിറ്റി ഉള്ള ഒരു രാജ്യമാണ് സൊമാലിയ. ഇസ്ലാം എന്താണെന്ന് പോലും മര്യാദയ്ക്ക് അറിയാൻ വയ്യാത്ത, ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുവാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, യൗവനക്കാർ സൊമാലിയയിൽ നിന്നും വെസ്റ്റേൺ വേൾഡിലേക്ക് എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും, സ്പെഷ്യലി US-ൽ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതര ഭാഷകളിൽ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓൺ us. ഈ നമ്മുടെ സെബാസ്റ്റ്യൻ മുന്നേക്കൽ ബ്രദർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നമ്മുടെ MM അക്ബറിൻ്റെ പീസ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മറ്റേ പുള്ളി ഉണ്ടല്ലോ, അബ്ദുൾ റാഷിദ്. ഈ അബ്ദുൾ റാഷിദ് ഇതിനെക്കുറിച്ചൊരു ഇതിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, തീവ്രവാദ ISIS-ലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ MM അക്ബർ പറയുന്നതാണ്, അവൻ കൂടുതൽ റിലീജിയസ് ആയത് ഞാൻ കണ്ടായിരുന്നു, അപ്പോഴെങ്കിലും ഞാൻ അവനെ ശ്രദ്ധിക്കേണ്ടായിരുന്നു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ഇസ്ലാമിക പണ്ഡിതൻ പറയുന്നതാണ് അവൻ കൂടുതൽ റിലീജിയസ് ആയിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന്. അപ്പോൾ ഈ പൊട്ടൻ എന്തോന്ന് ഈ പറഞ്ഞു കൊടുക്കണേ? മനസ്സിലായോ സെബാസ്റ്റ്യൻ മുന്നേക്കൽ ഒരു പ്രാവശ്യം? ന്യൂക്ലിയർ ഈ മുമ്പ് ബാസിത്ത് എന്ന് പറഞ്ഞില്ല, അത് ഏത് റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു? ഒരു പ്രസംഗമൊക്കെ ഇങ്ങനെ വാചകസത്ത് നടത്തുന്ന. അതെ, അവൻ തന്നെ. അവനും ഇതിനകത്ത് PFIയുടെ ഇപ്പൊ ഉള്ള പ്രസിഡന്റിനകത്തുണ്ടോ? അല്ലല്ല, അവനിപ്പോ PFI പിടിച്ചുകൊണ്ട് പോയി. ബാസിദ് ആൽവി എന്നെങ്ങാണ്ട് വരുന്നു അവന്റെ പേര്. അവനെ ഇപ്പം പിന്നെ ഇപ്പൊ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട NIA പിടിച്ചുകൊണ്ട് പോയി. അവനാണ് ബ്രദറെ ആ ശ്രീകണ്ഠൻ നായരുടെ ഷോയ്ക്കകത്ത് മറ്റേ വാക്കുകൾ കൊണ്ട് അമ്മാനം അടിക്കൊണ്ടിരുന്നത്. അവന്റെ പ്രസംഗം ഒന്ന് കേൾക്കണോട്ടോ. അവൻ PFIയിലോട്ട് പോയിട്ട് അവന്റെ പ്രസംഗം ഒന്ന് കേൾക്കണോട്ടോ. അവൻ RSSനെ കുറിച്ചൊക്കെ പറയണമെന്ന് കേൾക്കണം. അവനൊരു പ്രസംഗം നടത്തി ബ്രദറെ. അവൻ RSSകാരെ എല്ലാവരുടെയും വീടറിയാം, അവരുടെ ഭാര്യമാര് ചെയ്യുന്ന ജോലി എന്താണെന്ന് അറിയാന്നൊക്കെ അവൻ നൈസായിട്ട് വിളിച്ചു പറഞ്ഞു. അതോടുകൂടി അവന്റെ പാട്ടുപെട്ടി അവർ മടക്കി. NIA വന്നു തൂക്കിയെടുത്തോണ്ട് പോയി. അതാണ് സംഭവിച്ചത്. എനിക്കതൊരു പുതിയ അറിവാണ്. ഞാനിത് പണ്ട് കണ്ടിട്ടുണ്ട് ഈ സാധനം.
കുറെ കോളേജ് ആ പിള്ളേരൊക്കെ അവന് നിന്നിട്ട് അവന് വലിയ ശ്രീകണ്ഠൻ നായർ പ്രായമൊന്നുമില്ലല്ലോ. ഷോയ്ക്കകത്തായിരുന്നു ആ അവനൊരു സീരിയസ് ആണോ 22-24 വയസ്സുള്ള ബ്രദറെ. അവൻ ആ ഒരു ഇങ്ങനെയുള്ളവരെയൊക്കെ ഇവർ PFI നോട്ട് ചെയ്യും. ഇങ്ങനെ സംസാരിക്കാൻ അറിയാവുന്നവനും പ്രസംഗിക്കാൻ അറിയാം. അവൻ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവന്റെ ചേഞ്ചസ് ഒന്ന് കാണണം ബ്രദർ. അതെങ്ങനെ അടിക്കണം ന്യൂക്ലിയർ? എങ്ങനെ ഇവന്റെ പേരടിച്ചാൽ മതിയോ അതോ? അസിദാൽബി അടിച്ചാൽ മതി. ഞാൻ ആ NIA ഇവരെയൊക്കെ കംപ്ലീറ്റ് പൊക്കിയല്ല, ആ സമയത്ത് ന്യൂസ് ചാനലിൽ കണ്ടായിരുന്നു ഇവന്റെ ഈ ഒരു കാര്യം. ഓ ഓക്കെ ഓക്കെ, താങ്ക് യു. കണ്ടിന്യൂ ചെയ്ത് ഞാനത് എനിക്കിത് ഞാൻ ഇത് മുമ്പേ ഇത് പറഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ വേറെ മാറി നിൽക്കുമായിരുന്നു. അവൻ തന്നെ അപ്പൊ ഞാൻ ഓർത്തു അവൻ തന്നെയാണ് അത്. ഇതുപോലെ കുറെ എണ്ണങ്ങളെ പൊക്കിയിട്ടുണ്ടല്ലോ. ഏതായാലും ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇവരോട് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഇത്രയും കുറെ വിഷപ്പാമ്പുകളെ പിടിച്ചുകൊണ്ടുപോയി കുറെ എണ്ണങ്ങൾ ഇവിടെ വിട്ടിട്ടാണെങ്കിലും കുറെ എണ്ണത്തിനെ കൊണ്ടുപോയി. അത്രയും ശല്യം കുറച്ച് സഹിച്ചാൽ മതിയല്ല നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. ആ ബ്രദറെ ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം ബ്രദറെ. ആ അവനാ മറ്റേ ആലപ്പുഴയിൽ ഒരു PFIയുടെ ഒരു ഇതിനെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാളെയും കൂടെ RSSന്റെ കൊന്നില്ലായിരുന്നു. അതിനു മുമ്പൊക്കെയാണ് ഇവൻ ഈ പ്രസംഗം നടത്തിയത്. അത് കഴിഞ്ഞപ്പോഴാണ് ഇവനെ നൈസായിട്ട് പൊക്കിക്കൊണ്ടുപോയത്. ഞാൻ ഓർക്കുന്നുണ്ടോ? രഞ്ജിത്ത് അതിനു മുമ്പാ. ശരിക്കും ഒന്ന് ആലോചിക്കുക, ഇവനൊക്കെ ഉണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ പ്രസംഗം കേട്ട് എത്രയോ യുവാക്കൾ അല്ലെങ്കിൽ ഇവൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ ഈ മതത്തിലോട് ഇപ്പം ഈ പറയുന്ന നമ്മുടെ ഇവിടെ വരുന്ന ഈ മെഹറിഷ് ഫോളോയിങ് ഈ പറഞ്ഞ ടീമൊക്കെ ഇവൻ്റെയൊക്കെ പ്രസംഗം കേട്ട് ഭയങ്കരമായിട്ട് ഇപ്പം ഈ മദിനിക്ക് അതുപോലെ ഒരു കഴിവുണ്ടായിരുന്നത് പറയണം. നമ്മുടെ അബ്ദുൽ നാസർ മദിനിക്ക് പ്രസംഗം ഭയങ്കരമായിട്ട് ആൾക്കാരെ ഇതിലോട്ട് ഇറക്കിക്കാനോട്ടുള്ള ഹിപ്നോട്ടൈസ് ചെയ്ത് സംസാരിക്കാനുള്ള അതുപോലെ ഒരു കഴിവുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഇങ്ങനെ ആ വാക്ചാതുര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇവനും. അപ്പം ഇവനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയത് വളരെ നന്നായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കാമോ? ചോദിച്ചോ. ഹലോ. ആ, അതായത് ഞാനിപ്പോ ഇത് പഠിക്കാനിരിക്കുകയാണ്. ഞാൻ പഠിക്കാൻ വേണ്ടിയാണ് ഈ റൂം ഇട്ടിരിക്കുന്നത്, ഇസ്ലാം വിശ്വാസം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നെ പൊക്കിക്കൊണ്ട് പോവോ? ഇല്ല ഇല്ല, അതിനെന്തിനാ കുഞ്ചായ? നമ്മൾ ഇവരുടെ ബുക്കിലുള്ള കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. മനസ്സിലായോ? നമുക്ക് അപ്പൊ കുറച്ചുകൂടി തെളിവ് നിർത്തി കാണിച്ചല്ലോ. അച്ചൻകുഞ്ചാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് റാഡിക്കലൈസ് ആകുന്നുണ്ടോ? അച്ചൻകുഞ്ചാന് ഹൂറിമാരുടെ ആവശ്യം വല്ലതും ഉണ്ടോ? അങ്ങനത്തെ ആഗ്രഹം ഇത് പഠിച്ചു കഴിഞ്ഞാല് മക്ബർക്ക പറഞ്ഞല്ലോ ഇത് പഠിക്കാൻ, വിമർശിക്കാൻ പറഞ്ഞു. ഞാൻ വിമർശിക്കാൻ പോകുന്നില്ല, ഇല്ല വിമർശിക്കാൻ പോകുന്നില്ല. ആ സത്യങ്ങളെ ചോദിക്കുന്നവരുടെ പറയുന്നു. പഠിക്കുന്നുണ്ട് സത്യങ്ങളെ മറ്റുള്ളവർക്ക് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കൂ. പുള്ളി ഇപ്പൊ പറയാറില്ല കേട്ടോ. ചെയ്തൂടെ? പഠിച്ചൂടെ? ഇപ്പൊ പക്ഷെ മക്ബർക്ക് ഇപ്പൊ പറയാറില്ല കേട്ടോ പഠിച്ചിട്ട് വിമർശിക്കാനായിട്ട്. പുള്ളി പറഞ്ഞത് അബദ്ധമെന്നും പറഞ്ഞോണ്ടിരിക്കുക. ആ ഒരു വാക്ക് എടുത്തോണ്ടാണ് ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ പുള്ളി പഠിച്ചിട്ട് വിമർശിക്കുന്നു. പഠിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. പുസ്തകത്തിലുള്ള കാര്യം തെളിവുണ്ടെങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല. ന്യൂക്ലിയർ ബ്രദർ ആദ്യം പറഞ്ഞില്ലേ, MM അക്ബർ എന്തുവാ തീവ്രവാദിയായി അഫ്ഗാനിസ്ഥാനിലോട്ട് സിറിയയിലോട്ട് പോയ ഒരു മലയാളി. അവൻ കൂടുതൽ എന്തുവാ സ്പിരിച്വൽ ആയത് ഞാൻ കണ്ടില്ല. അവൻ മതപഠനം കൂടുതലായിട്ട് പഠിക്കുന്നത് ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യം MM അക്ബർ പറയുന്നത്. അവൻ ശരിക്കും പറഞ്ഞാൽ അവൻ ഇസ്ലാമിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കി തുടങ്ങി എന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പറ്റിയില്ല. അവനിൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നത് എനിക്ക് അറിയാൻ പറ്റിയില്ല എന്നാണ് MM അക്ബർ പറയുന്നത്. MM അക്ബർ പറഞ്ഞ അവൻ കൂടുതലായിട്ട് അവൻ ഇസ്ലാമിലോട്ട് അടുക്കുന്നത് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാ പറഞ്ഞത്. അതെ അതെ അതെ. പക്ഷെ നമുക്ക് ഒരുവൻ ക്രിസ്തുവിലായാൽ എന്ത് സംഭവിക്കും? അത് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ അതിൻ്റെ 5-ാമത്തെ അധ്യായം അതിൻ്റെ 16 പറയുന്നുണ്ട്. 16ഉം 17ഉം വാക്യങ്ങൾ അവിടെ പറയുന്നത്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, ക്രിസ്തുവിനെയും ജഡപ്രകാരം അറിഞ്ഞു എന്നെങ്കിലും ഇന്നു മുതൽ അങ്ങനെ അറിയുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതൊക്കെയും കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു.
അപ്പം ഒരുവൻ ക്രിസ്തുവിലേക്ക് വരുമ്പോഴത്തേക്കിനും അവൻ്റെ പഴയ ആ ജഡത്തിലുള്ള സ്വഭാവങ്ങളും അവൻ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളും അതെല്ലാം മാറി അവൻ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അവൻ അനുരൂപപ്പെടാനാണ് അവൻ നോക്കുന്നത്. അവൻ ഒരു പുതിയ സൃഷ്ടിയാകാനാണ് അവൻ നോക്കുന്നത്. അങ്ങനെയാണ് ആകുന്നത്. പക്ഷെ ഇവരുടെ രീതി അങ്ങനെയല്ല. ഒരുവൻ ശരിക്കും മുഹമ്മദിലേക്ക് വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഈ ഖുറാൻ പഠിച്ചു കഴിഞ്ഞാൽ, ദീനിലും ഈമാനിലും അവന് വിശ്വാസം കൂടിക്കഴിഞ്ഞാൽ അവൻ പക്ക തീവ്രവാദിയാകും. പക്ക. മെഹബൂബിനൊന്നും ഇസ്ലാമിൻ്റെ ഒരു ഏക്കും പോക്കും അറിയാത്തത് കൊണ്ടാണ് മെഹബൂബൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. മെഹബൂബിനെ എങ്ങാണം ഏതെങ്കിലും ഒരു ഉസ്താദന്മാർ കൊണ്ടുവന്നിട്ട് നല്ല മര്യാദയ്ക്കൊന്ന് ദീനൊന്ന് പഠിപ്പിച്ചാൽ ഉണ്ടല്ലോ മക്കളെ, നിങ്ങൾക്കൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റൂല. ക്ലബ് ഹൗസിനകത്ത് വേണമെങ്കിൽ കയറി തീ കത്തിച്ച് കളയും മെഹബൂബിനെ പോലെയുള്ളവർ. ഇവരൊക്കെ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് കൂടുതലായിട്ട്. അച്ഛൻ പറഞ്ഞോട് ഒരു കാര്യമാണ് ഞാൻ ആഡ് ചെയ്തത്. പണ്ടത്തെ നമ്മുടെ ഇപ്പോൾ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ ഒരു കാലഘട്ടത്തിലുള്ള ക്രിസ്ത്യാനികളല്ല ഇന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഈ ക്ലബ് ഹൗസിലുള്ളവർക്കാണെങ്കിലും പുറത്താണെങ്കിലും ക്രിസ്ത്യാനികൾ ഇവരുടെ മതങ്ങളെക്കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരുടെ ഒരു ഐഡിയോളജി എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ആ ഒരു തിരിച്ചറിവ് ഇവരുടെ ഉള്ളിലുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് ഇവർ പരസ്യമായിട്ടൊന്നും ഇവർക്ക് നമ്മളെ ഒന്നും അങ്ങനെ ഒരു ത്രെട്ട് ഇവർക്ക് ഇപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇവർ പൊളിറ്റിക്കലി നമ്മളെ സപ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ എന്തായാലും ആ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ കാലഘട്ടമല്ല ഇന്നുള്ളത്. അതിൽ നിന്നൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ടെന്നുള്ളത്, ക്രിസ്ത്യാനികൾ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത് ഇവർക്ക് 100% അറിയാം. ഇന്നലെ തുർക്കിയില് ഒരു സംഭവം നടന്നറിയായിരുന്നു, ഒരു കാത്തലിക് ചർച്ചിന്റെ അകത്ത് ഇല്ല, വെടിവെച്ച സംഭവമല്ലേ? വെടിവെച്ച് ഒരാളെ കൊന്ന്. കാനഡയിൽ ക്യുബക്കില് ഒരു പള്ളിയിൽ കയറി ഒരുത്തൻ നിസ്കരിച്ചത് കേട്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം. പള്ളിയിൽ മാസിന്റെ സമയത്ത് പായൊക്കെ വിരിച്ച് നിസ്കരിച്ചിട്ട് പോയി. വളരെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു അൾജീരിയൻ യൂട്യൂബറാണെന്ന് പറയുന്നത്. അവൻ ആലോചിക്കേ, ഇതൊക്കെ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു ട്രയൽ റൺ ആയിരിക്കും ചെയ്തത്. അത് അവൻ നിസ്കരിക്കുന്നത് വേറൊരുത്തൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഷോ ന്യൂക്ലിയർ ബ്രദറെ. ഇറ്റ് ഈസ് ടു ഷോ ദാറ്റ് നിങ്ങൾ ദിമ്മികളാണ്, ഞങ്ങളാണ് ഇത് രാജ്യം ഇനിയും ഭരിക്കാൻ പോകുന്നത്, ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങൾക്കിവിടെ എന്തും ചെയ്യാം എന്നുള്ളതിൻ്റെ പവർ ഷോ ആണ്. ആ പാവങ്ങളൊന്നും പറയത്തില്ല. അവരെന്ത് ചെയ്യാൻ? അവർ മര്യാദയ്ക്ക് അവർ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് പ്രായമുള്ളവരാണ്, അവരെന്ത് ചെയ്യാനാണ്? ഇവൻ അങ്ങോട്ട് പാവിരിക്കുന്നു, എന്നിട്ട് അല്ലാഹു അക്ബർ പോലെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് വരാൻ പോകുന്ന സമയങ്ങളിൽ നമ്മുടെ ചർച്ചസിനകത്ത് ഇവന്മാർ ചെയ്യാൻ സാധ്യതയുണ്ട്. സ്പെഷ്യലി നിങ്ങൾ വെസ്റ്റിലാണെങ്കിൽ ആ സമയത്ത് സൂക്ഷിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഇവർ വന്ന് ചെയ്യുന്ന സമയത്ത് ഈ റൂമുകളിൽ നിന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള നല്ല സന്ദർഭമായിരിക്കും. കാരണം ചിലപ്പം അച്ഛന്മാർക്കോ പാസ്റ്റർമാർക്കോ ചിലപ്പം ഇവന്മാരുടെ വൃത്തികേട് എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. ആ നിറഞ്ഞ സഭയിൽ തന്നെ ആ സമയത്ത് ഇവന്മാർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിറഞ്ഞ സഭയിൽ തന്നെ അള്ളാഹുവിനെ മുഹമ്മദിനെയും ഉരിച്ചു വിടാനുള്ള അവസരം കൂടെയായിരിക്കും അത്. ശരിയാണ് ബ്രദർ. കാരണം ഇവരെ ആശയപരമായിട്ട് നമുക്ക് തോൽപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ആശയപരമായിട്ട് ഇവർക്ക് മനസ്സിലാവണം ഇതും കൊണ്ടൊരു, കാരണം ഈ പറഞ്ഞവനൊന്നും നേരെ ഇവൻ്റെ പുസ്തകത്തിൽ എന്താ പറഞ്ഞേക്കണെന്നും മുഹമ്മദ് യഥാർത്ഥത്തിൽ ആരാണെന്നും ഒന്നും ഇവന്മാർക്കറിയില്ല. ഇവന്മാരെ ആശയപരമായിട്ട് നമ്മൾ ഇവരുടെ പുസ്തകത്തിലുള്ളത് തുറന്നു കാട്ടിയാൽ മാത്രം ഇവർ മതം വിടുകയുള്ളൂ. അല്ലാതെ നമ്മളിവരെ ഒരു എന്താ പറയുക, ഫിസിക്കലി കായികമായിട്ട് നമ്മളിവരെ ഒരിക്കലും
സപ്രസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഇവർ പൂർവാധിക ശക്തിയായിട്ട് തിരിച്ചു വരുമെന്നല്ലാതെ, പക്ഷേ ഇവരുടെ പുസ്തകത്തിലുള്ളത് തുറന്നു കാറ്റിക്കഴിഞ്ഞാൽ ഇവർ വീക്കൺ ബൈ വീക്കണായി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ നിസു ഇപ്പോൾ കയറി വന്ന് 2 തെറി പറയാൻ പോവുക, ഫഹദ് ഇതുപോലെ തന്നെ ഓരോ തക്കിയ പറഞ്ഞുകൊണ്ട് കിടക്കുക. എല്ലാവരും കണ്ടില്ലേ ആ ഒരു പഴയ ഒരു സ്പിരിറ്റൊക്കെ ഒന്നുമില്ല. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഈ ഒരു ഗതികിട്ടാ പ്രേതം പോലെ ഓരോ റൂമിൽ നിൽക്കുന്നു, സ്വന്തമായിട്ട് റൂമുകളില്ല, എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോകുന്നു. ഒരു ഇവർക്കൊരു ഒന്ന് ഗ്യാദർ ചെയ്ത് ഒരു റൂമിലിരുന്ന് ഇവരുടെ മതത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും ഒരു പറ്റുന്നില്ല. ഇപ്പൊ ഇപ്പൊ SB തന്നെ കണ്ടില്ലയോ, ഒന്ന് മുസ്ലിം മതർ അവരുടെ പ്രമാണം ഒന്ന് തൊട്ടതേ ഉള്ളു. അതുവരെ നിന്ന് 100 പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായില്ല. അവരെ പ്രമാണം തൊട്ടുടനെ ഇറങ്ങി ഓടിയത് കണ്ടില്ലേ. താഴെ സംസാരിക്കാതെ ഇരിക്കാൻ താഴെ ഇറക്കാനാണെങ്കിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നത്. താഴെ ഇരുത്തിയപ്പോഴത്തേ അവിടുന്ന് ഒരൊറ്റ ഓട്ടം ഓടി. സംസാരിക്കാൻ സമയം തരാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ. അപ്പൊ അതുപോലെ വളരെ മോശമാകുന്ന സമയത്ത് അവരെ പ്രമാണം എടുക്കണം. അല്ലാത്തപ്പോൾ നമുക്ക് കുറച്ച് മയത്തിൽ സംസാരിക്കാം. ഈ 401 ദിവസം മുതൽ നമുക്ക് മയത്തിൽ കുറച്ച് മുന്നോട്ട് പോവാം. എന്ത് പറയുന്നു നസ്രീം വേറെ? നമ്മൾ മയത്തിൽ തന്നെയാണ് നസ്രീം അച്ഛൻ. വേറെ കേൾക്കുന്നുണ്ടോ? നമ്മൾ മയത്തിൽ ഓക്കെ തന്നെയാണ്. ഞാൻ ഉത്തരം പറഞ്ഞതേ ഉള്ളല്ലോ, ഞാൻ ബൈബിൾ എടുത്തിട്ടാണ് ഉത്തരം പറഞ്ഞത്. നമ്മൾ മയത്തിലാണ് സംസാരിക്കുന്നത്. പക്ഷേ വെറും തറ വർത്താനം പറഞ്ഞ് വൃത്തികേട് പറഞ്ഞ് സംസാരിക്കുന്നവർക്ക് പിന്നെ നമുക്ക് എത്രമാത്രം അവർക്ക് അവസരം കൊടുക്കാൻ പറ്റും? പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ പിന്നെ അവന് മിണ്ടാതിരിക്കത്തില്ല. അവനെ മ്യൂട്ട് ചെയ്യാൻ ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഇല്ല, ഇതിനകത്ത് മ്യൂട്ട് ചെയ്യുന്ന ബട്ടണും ഇല്ല. അപ്പോൾ നമുക്ക് പിന്നെ അവന് അവസരം കൊടുക്കാം, പറഞ്ഞു തീരട്ടെ, എന്നിട്ട് നിന്നെ എടുക്കാമെന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്കിനും അവൻ പോയി. SVക്ക് നമ്മളിപ്പോൾ ഒരു വചനമൊക്കെ പറഞ്ഞു കൊടുത്തു, നമ്മൾ ഈ ബൈബിൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തൊരു ഒരു അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു വകതിരിവില്ല പുള്ളിക്ക് ബേസിക്കലി. ഞാൻ പറഞ്ഞേ, എനിക്കറിയില്ല ഈ മലയാളം പറയണതിനെ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ടോന്ന്. അതുപോലും പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളി എന്തൊക്കെയോ പുള്ളിയുടെ മനസ്സിൽ പുള്ളി കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ എല്ലായിടത്തും ചെന്ന് അതിങ്ങനെ ഛർദ്ദിച്ചിടുക എന്നുള്ള പരിപാടിയാണ് പുള്ളി കാണിക്കുന്നത്. അല്ലാതെ പുള്ളിക്ക് ഒരു പോയിന്റ്, ഒരു വിഷയത്തിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവൊന്നും പുള്ളിക്കില്ല. പുള്ളി എല്ലായിടത്തും വന്നാൽ ഈ സെയിം കാര്യം തന്നെ. സത്യമായിട്ടും അകതിരിവുണ്ട്. അതായത് മറ്റുള്ള ഭാഗത്തേക്ക് പോയാൽ വീണു പോകും. ഒരു ഉത്തരം പോലും പറയാൻ സാധിക്കത്തില്ല. അതിന് ഇങ്ങനെ ഒരു കാര്യം തന്നെ 100 പ്രാവശ്യം പറയുക. ഒരു കാര്യം തന്നെ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു 100 പ്രാവശ്യം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഉത്തരം കൊടുത്താലും വീണ്ടും അത് തന്നെ പറയും. ഉത്തരം കൊടുത്താലും എക്യൂബർ നല്ല ക്ലിയർ ആയിട്ട് ഉത്തരം കൊടുത്തോണ്ടിരുന്നിട്ട് പോലും എന്ത് ചെയ്തില്ല, അതിനെ മാനിച്ചില്ല. നമ്മുടെ ജെന്റിൽ ബ്രദർ അതുപോലെ തന്നെ ഉത്തരം കൊടുക്കുമ്പോൾ അതിനെയല്ല ഗവനിക്കുന്നത്, അവർ പഠിച്ചു വെച്ചിരിക്കുന്ന അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ഇത് തക്കിയ ഉപയോഗിക്കുന്ന ഇത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. മറ്റെന്ത് പറഞ്ഞാലും അവന് നിൽക്കാൻ ഒക്കത്തില്ലെന്ന് അവന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ തക്കിയ ഉപയോഗിക്കുന്നത്. അതിനെ കുറിച്ച് എന്താ പറയുന്നത് നസ്രീം ബ്രദറെ? അല്ല, അതങ്ങനെ തന്നെയാണ് അച്ചൻകുഞ്ച. ഇപ്പം അവൻ പഠിച്ചിരിക്കുന്ന ഒരു വേഴ്സ് ആയിരിക്കും, ആ വേഴ്സ് അവൻ എടുത്തുകൊണ്ട് വരുമ്പം അവൻ വായിച്ചതിന് ശേഷം നമ്മളത് മേളിൽ നിന്ന് വായിച്ചു കഴിയുമ്പോൾ അവൻ്റെ ആ കള്ളത്തരം പൊളിയുമെന്ന് അവനറിയാം. അതുകൊണ്ടാണ് അവൻ പിന്നെ ആക്ഷേപവും തെറിവിളിയും കള്ളത്തരവും പിന്നെയും പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവർ ചെയ്യുന്ന ടാക്ടിക്സ് വേറെ വചനത്തിലെടുക്കും. അവിടെ അത് പറയുന്നുണ്ടല്ലോ, ഇവിടെ ഇത് പറയുന്നുണ്ടോ. ഇത് നിനക്ക് മനസ്സിലായോ? അത് അവൻ ഒരു കാലത്തും ജന്മം അവൻ്റെ കൊക്കിന് ശ്വാസം ഉണ്ടെങ്കിൽ അവൻ അത് മനസ്സിലായെന്ന് അവൻ പറയത്തില്ല. അതാണ് അവരുടെ രീതി. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ തോറ്റില്ലേ. അവൻ പിന്നെ അള്ളാഹുവിനെയും മുഹമ്മദിനെയും അവൻ പിന്നെ പരമേൽപ്പിച്ചു കഴിഞ്ഞല്ലോ, നമ്മുടെ കാലിൻ്റെ കീഴിൽ അവൻ ഇട്ട് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് അവനത് പറയത്തില്ല. അത് അവരുടെ കള്ളത്തരത്തിൻ്റെ ഭാഗമാണ്. കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവുമല്ലോ. നസ്രീം പറയും പ്രൈസിലോട്ട്. ഈ SVR ഒരു ത്രെഡ് ഇട്ടാലും അല്ലെങ്കിൽ എവിടെ വന്ന് സംസാരിച്ചാലും ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ചാലും ആദ്യമേ നമ്മുടെ ന്യൂക്ലിയർ ബ്രദറോ ബോണ്ട് ബ്രദറോ ആരെങ്കിലും ഒരു ത്രെഡ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് പറയുന്ന കാര്യം തന്നെയാണ്.